السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവത്തോടെ അടിമകൾ തിരിച്ചറിയേണ്ടുന്ന ഒരു അനുഗ്രഹം അയാൾക്ക് അല്ലാഹു നൽകുന്ന ശാരീരിക ആരോഗ്യവും ആഫിയത്തുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യർ നമുക്ക് നമ്മുടെ തടിക്ക് അല്ലാഹു നൽകുന്ന ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാറില്ല. ദിവസങ്ങൾ ഇങ്ങനെ കഴിയുന്നു, ആഴ്ചകൾ പോകുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. ആരോഗ്യമുള്ള ആഫിയത്തുള്ള മനുഷ്യർ ദുനിയാവിൽ സുഖിച്ചും രസിച്ചും മതിമറന്നും അശ്രദ്ധയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഒരു മനുഷ്യന് അവൻ മറന്നുപോകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ലാഹു നൽകിയ ആഫിയത്താണ്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്, സമ്മേളിച്ചത് 2025 എന്ന പുതിയ വർഷത്തിന്റെ ആദ്യത്തെ മാസത്തിലാണ്. അഥവാ ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു. നമ്മൾ ഒന്നുകൂടി മരണത്തിലേക്ക് അടുത്തു. നമുക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന ഖബർ നമ്മളിലേക്ക് ഒന്നുകൂടി അടുത്തു വന്നു. പുതിയ പുതിയ പല കാര്യങ്ങളും ഒരു വർഷത്തിന്റെ പഴക്കമുള്ളതായി മാറി. ഇനി അതിന് പുതുമയുണ്ടാവൂല. ഇനി മുന്നോട്ട് പോയ നമ്മുടെ പ്രായവും ആയുസ്സും പിറകോട്ട് വരികയുമില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള മനുഷ്യർ
പുതുവത്സരം ആഘോഷിക്കാത്തത്, ആഹ്ലാദിക്കാത്തത്. അവര് കള്ളു കുടിച്ച് ലക്ക് കെട്ട് മതിമറന്ന് നാൽക്കാലികളെ പോലെ സന്തോഷിക്കൂല. കാരണം അവന് ബോധ്യമുണ്ട്, എന്റെ ജീവിതത്തിന്റെ അതിമഹത്തായ വർഷങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്റെ കാൽ ചുവട്ടടി മരണത്തിലേക്ക് ഒന്നുകൂടി മുന്നോട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഏത് സന്ദർഭത്തിലും എനിക്ക് നിശ്ചയിക്കപ്പെട്ട അവധി വന്നെത്താം എന്ന് ബോധ്യമുള്ള ബുദ്ധിയുള്ളവൻ ആഘോഷിക്കൂല, കേക്ക് മുറിക്കൂല, പായസം കുടിക്കൂല, ബിരിയാണി വിളമ്പൂല. അതല്ലാത്തവർ, നാൽക്കാലികൾക്ക് സമമായിട്ടുള്ളവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വസിക്കുന്നവരും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമുക്ക് ആ ബോധ്യമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിലുള്ളവരും എന്റെ ശബ്ദം കേൾക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും അടക്കം ചിന്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതിയ വർഷത്തിന്റെ ഈ മാസം ഈ ചെറിയ ഗ്രാമത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി ഇവിടുത്തെ സലഫി പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് സ്വന്തത്തിനോടും ഈ നാട്ടുകാരോടും ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയോ? കഴിഞ്ഞ ഈ 2024 എന്ന ഒരു വർഷം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണോ ആ വർഷം കഴിഞ്ഞു പോയത്? അതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ അറിയാതെ, പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ തലയിൽ പേറുന്ന കഴുതകളെ പോലെയാണോ ആ ഒരു വർഷം കഴിഞ്ഞു പോയത് എന്ന് ചിന്തിച്ചുത്തരം കണ്ടെത്തണം. പുതിയ വർഷത്തിൽ ഒരുപക്ഷെ ഈ നാടുകളിൽ, മംഗലാപുരത്തിന്റെ, കർണാടകത്തിന്റെ ഈ പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനമല്ലാതെ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ ചോദിക്കൂല. ഈ കൂട്ടായ്മയല്ലാതെ ഇത്ര ഗൗരവത്തില് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നഫ്സിനോട് ചോദിക്കുക, ചില കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിലൊന്ന്, സാധാരണ നമ്മള് ഒരു വർഷം തികയുമ്പോൾ കണക്കെടുക്കാറുണ്ടല്ലോ. സാമ്പത്തിക കണക്കെടുക്കും, മറ്റ് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചകൾ ഉണ്ടാകും, മീറ്റിങ്ങുകൾ ഉണ്ടാകും. ചില ആളുകൾ വിജയിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ പ്ലാനുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ എല്ലാം മുമ്പ് വളരെ പ്രാധാന്യത്തോടെ ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള ജീവിതത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിറവേറാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരിച്ചിരിയെങ്കിലും ദീനി പശർമയുള്ള സാദാ സീതാ മുസ്ലിമീങ്ങള് നിസ്കാരത്തെ പറ്റി ചിന്തിക്കും. അതിനെപ്പറ്റിയല്ല പറയുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്തു കൂട്ടിയ സുന്നത്തായ കാര്യങ്ങള്, സുന്നത്ത് നിസ്കാരങ്ങള്, സുന്നത്ത് നോമ്പുകള്, ദാനധർമ്മങ്ങള്, പാവങ്ങളെ സഹായിക്കല്, വിധവകളെ സഹായിക്കല്, യതീമുമാരെ സഹായിക്കല്, അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്ത ആളുകൾ അതിനെപ്പറ്റി ആലോചിക്കും. അതൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. അതൊന്നും ചെയ്യാനല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലേക്ക് നമ്മളെ സൃഷ്ടിച്ചയച്ചത്. അതുകൊണ്ട് അതിന്റെ കണക്കല്ല നമ്മൾ പുതിയ വർഷം എടുക്കേണ്ടത്. 5 നേരത്തെ നിസ്കാരത്തിന്റെ കണക്കെടുക്കുന്നതിന്റെ മുമ്പ്, സുന്നത്തി നിസ്കാരങ്ങളുടെ കണക്കെടുക്കുന്നതിന്റെ മുമ്പ്, പാതിരാവിൽ 3-4 മണിക്ക് എഴുന്നേറ്റ് നാട്ടുകാരും വീട്ടുകാരും ഉറങ്ങുന്ന സമയം മുസല്ലയിൽ സുജൂദ് ചെയ്ത് നിസ്കരിച്ച പാതിരാക്കുള്ള തഹജ്ജുദ് നിസ്കാരത്തിന്റെ കണക്കെടുക്കുന്നതിന് മുമ്പ്, ലക്ഷക്കണക്കിന് രൂപകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തതിന്റെ കണക്കെടുക്കുന്നതിന്റെ മുമ്പ്, നേരത്തെ ശൈഖ് സൂചിപ്പിച്ച പോലെ ദാമ്പത്യ ബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ, സാമൂഹിക ജീവിതത്തിലെ നന്മകളുടെ കണക്കെടുക്കുന്നതിന്റെ മുമ്പിൽ നാം എടുക്കേണ്ട ഒരു കാര്യമുണ്ട്.
അള്ളാഹു ജീവിതത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ച ആ കാര്യം കഴിഞ്ഞ ഒരു വർഷക്കാലം നിറവേറിയോ ഇല്ലയോ എന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം നാട്ടുകാരുടെ മുമ്പിൽ ചോദിക്കുന്ന പ്രഥമ ചോദ്യം അതാ. നമുക്ക് വേറൊന്നും പറയാനില്ല, നമുക്ക് വേറെ അജണ്ടകളുമില്ല. എന്താ പറയാനുള്ള കാരണം എന്നറിയോ? ചിലപ്പോ ചില തെറ്റിദ്ധാരണകൾ നമ്മെ സംബന്ധിച്ച് ചില ആളുകൾ അനാവശ്യമായി പറഞ്ഞു പതിപ്പിക്കുന്ന ചില ചിന്തകള്, മോശമായിട്ടുള്ള നമ്മളെ പറ്റിയുള്ള വിചാരങ്ങള് ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാവും. അവരറിയാൻ വേണ്ടി പറയാൻ, നമുക്ക് വേറെ ഒരു അജണ്ടയും പറയാനില്ല. SKSM-ന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വാട്സപ്പില് എഴുതി എണ്ണമിട്ട് അക്കമിട്ട് ഇന്ന വിഷയം പറയണം എന്ന് പറഞ്ഞെന്നിട്ടില്ല, അയച്ചെന്നിട്ടില്ല. നമുക്ക് പറയാനുള്ളത് പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സത്യങ്ങളുടെ സത്യമായ പരിശുദ്ധ ഖുർആനിലൂടെ അടിയാറുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച. അതെന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ദുനിയാവിന് വേണ്ടി പരക്കം പായലല്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം എത്ര സമ്പത്ത് ഒരുമിച്ച് കൂട്ടി, കച്ചവടത്തിൽ എത്ര ലാഭം ഉണ്ടായി, എത്ര റക്അത്ത് അധികം നിസ്കരിച്ചു, എത്ര രൂപ അധികം സദഖ ചെയ്തു, എത്ര ഉംറ ചെയ്തു, കഴിഞ്ഞ ഒരു വർഷക്കാലം പൈസ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തോ ഇല്ലയോ എന്നിത്യാദി കണക്കുകളെല്ലാം എടുക്കപ്പെടുന്നതിന്റെ മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാനും പൂർത്തിയാക്കാനും സാധിച്ചോ ഇല്ലയോ? എന്താണ് ലക്ഷ്യം? അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന, ഭൂതവർഗത്തെ, വൽ ഇൻസ, മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. ലോകത്തുള്ള മുഫസ്സിറുകൾ ഇല്ലാ ലിയഅ്ബുദൂന്റെ തഫ്സീർ എഴുതി, ഐ ഇല്ലാ ലിയുവഹിദൂൻ, എന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാനല്ലാതെ. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അത് പൂർത്തിയാക്കാൻ പറ്റിയോ ഇല്ലയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. എങ്കിൽ എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, എങ്കിൽ എന്റെ 2024 എന്ന വിലപിടിപ്പുള്ള ഒരു വർഷം യാഥാർത്ഥ്യമാണ്. അഥവാ എനിക്ക് എന്റെ റബ്ബിന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകാധിപത്യം, തൗഹീദ് മനസ്സിലാക്കാനും അതനുസരിച്ച് അവനോട് മാത്രം ദുആ ചെയ്തും അവനിൽ മാത്രം തവക്കുൽ ചെയ്തും അവനോട് മാത്രം സഹായം തേടിയും ഇങ്ങുന്ന് അങ്ങോട്ട് ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും അല്ലാഹ്ക്ക് മാത്രമാക്കുകയും ചെയ്താൽ മാത്രമേ അവൻ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം പരാജയത്തിലാണ്. ഇല്ലെങ്കിൽ 2024 നരകത്തിലേക്കുള്ള ദുർഘടം പിടിച്ച വഴിവെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം നമ്മുടെ നഫ്സിനെ നരകവാസികളുടെ ലിസ്റ്റിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം അതാണ്, ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയായോ ഇല്ലയോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ലക്ഷ്യബോധം 24 മണിക്കൂറും ലൈവായിട്ടുള്ള എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും? ആ ലക്ഷ്യത്തെ പറ്റി. സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ബേജാറാവും. വേണ്ട സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടവന്റെ മനസ്സിൽ അങ്കലാപ്പും പറയലും വരും. ഇന്നത്തെ നമ്മുടെ മാനസികമായ അവസ്ഥ വെച്ച് നോക്കിയാൽ. പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിയവനാ ബേജാറില്ല. ഞാൻ വെട്ടിവെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള രാജപാതയിൽ നിന്ന് പിറകോട്ട് മാറി എത്രയോ കിലോമീറ്റർ ദൂരത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന ബോധം അവന്റെ മനസ്സിന് വരുന്നില്ല. അതുണ്ടാക്കി കൊടുക്കേണ്ട മിമ്പറുകൾ അത് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അല്ലാഹു റബ്ബ് പറഞ്ഞ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റിയോ ഇല്ലയോ? എന്റെ മുമ്പിലുള്ള മുവഹിദുകളെ, എന്റെ മുമ്പിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും അടങ്ങുന്ന തൗഹീദിന്റെ വക്താക്കളെ, തൗഹീദിന്റെ പ്രബോധകരെ, ഈ കൊച്ചു ഗ്രാമത്തിൽ ആഴ്ചകളോളമായി ഈ പരിപാടിക്ക് വേണ്ടി ഈ നാട്ടിലുള്ള മനുഷ്യരുടെ കാതുകളിൽ തൗഹീദിന്റെ ശബ്ദമെത്തിക്കാൻ
പ്രപഞ്ചനാഥന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദമെത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭാഗ്യവാന്മാരായ അല്ലാഹുവിന്റെ അടിയാറുകളെ, എന്റെയും നിങ്ങളുടെയും കഴിഞ്ഞ ഒരു വർഷക്കാലം ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നിഅമത്തും ഫദ്ലും വേറെ കിട്ടാനില്ല ദുനിയാവിൽ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കാരണം അല്ലാഹു സൃഷ്ടിച്ചതേ അതിനു വേണ്ടിയിട്ടാണ്. വേറെ ഒരു ലക്ഷ്യമുള്ള നിസ്കരിക്കാനല്ല, വേർതിരിച്ചു മനസ്സിലാക്കണം. ലക്ഷ്യബോധമില്ലാത്തവന്റെ നിസ്കാരത്തിന് അർത്ഥമില്ല. എന്റെ റബ്ബ് എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ആകാശങ്ങളെ പടച്ച, ഭൂമിയെ പടച്ച, അതിനിടയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന, എന്റെ അനുമതി തേടാതെ എന്നെ സൃഷ്ടിച്ച, എന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളെ പരിപാലിക്കുന്ന, എനിക്ക് ആരോഗ്യം തന്ന, ഭക്ഷണവും വെള്ളവും വായുവും തരുന്ന ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും മുഷ്ടിയിൽ ചുരുട്ടിപ്പിടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബുൽ ഇസ്സത്തിന്റെ വഹദാനിയത്ത് അറിയാതെ ഞാൻ ചെയ്യുന്ന മുഴുവൻ കർമ്മവും പാഴായ കർമ്മങ്ങളാണ്, അർത്ഥമില്ലാത്ത കർമ്മങ്ങളാണ്. അതിനെതിരായി എനിക്ക് ആ ലക്ഷ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ദുനിയാവിലും ജയിച്ചോനാണ്, നാളെ ആഖിറത്തിലും ജയിച്ചോനാണ്. ഇതായിരിക്കട്ടെ പുതിയ വർഷത്തിന്റെ ഒന്നാമത്തെ ചോദ്യം. അല്ലാതെ 2024 നഷ്ടപ്പെട്ടു പോയെങ്കിൽ കരയലല്ലാതെ വേറെ നിർവാഹമില്ല. കണ്ണീര് കൊണ്ടല്ല, ചോരത്തുള്ളികൾ കൊണ്ട് കരയണം. ഏ അല്ലാഹ്, നീയാകുന്ന എന്റെ റബ്ബ് എന്നെ സൃഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ലക്ഷ്യം എന്തെന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തടന്ന് തിരമാലയിൽ കുടുങ്ങി ഒരു വർഷക്കാലം ജീവിതത്തിന്റെ പാഴാക്കിക്കളഞ്ഞ ഭാഗ്യം കെട്ടവനായി പോയല്ലോ എന്നല്ലാന്റെ മുമ്പിൽ പറഞ്ഞ് തേങ്ങണം, കരയണം, തൗബ ചെയ്ത് മാപ്പ് ചോദിക്കണം. എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് പുതിയ വർഷത്തിൽ തിരിച്ചു വരണം. ഏതാണ് ആ ലക്ഷ്യം? ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് എന്റെ അല്ലാഹ് മതി എന്ന പ്രഖ്യാപനത്തിലേക്ക് വരണം. ഇതാണ് ലക്ഷ്യം. രണ്ടാമതായി എന്താ ചോദിക്കേണ്ടതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആന്റെ ആകത്തുക 4 കാര്യങ്ങളാണ്. 1 അവാമിറുകൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ. 2 നവാഹി, നിരോധനാജ്ഞകൾ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ. 3 അൽ അഹ്കാം, മതവിധികൾ. 4 അൽ അഖ്ബാർ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ചരിത്രം. ഈ 4 പരിശുദ്ധ ഖുർആനിന്റെ ആകെയുള്ള ഉള്ളടക്കം. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം അഥവാ 365 ദിവസങ്ങള്, ഒരുപാട് മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ ഞാൻ ഈ ഖുർആനിന്റെ ഉള്ളടക്കത്തിൽ തപ്പിത്തികഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? അത് നിറവേറിയിട്ടുണ്ടോ ഇല്ലയോ ചോദിക്കണം കൽബിനോട്. പുതിയ വർഷത്തിലുള്ള രണ്ടാമത്തെ ചോദ്യം. നമ്മൾ കഴുതകളല്ല, മനുഷ്യന്മാരാണ്. ഞാൻ കഴുത എന്ന് പറയാൻ കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതിനെ കൊണ്ടാണ്, എന്റെ വക പറഞ്ഞല്ല. നിങ്ങൾ ബനൂ ഇസ്രായീലിലെ കഴുതകളെ പോലെ ആവരുത്. മസലുല്ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ബുദ്ധിയില്ലാത്ത കഴുതകളെ പോലെ നിങ്ങളുടെ കൈക്കുമ്പടിൽ പരിശുദ്ധമായ അല്ലാഹു ആകാശത്തിൽ നിന്നും ഇറക്കിയ ഗ്രന്ഥമുണ്ടായിട്ട് അതിന്റെ ഉള്ളടക്കം തിരിച്ചറിയാത്ത കഴുതകളെ പോലെ, ബുദ്ധിയില്ലാത്തവരെ പോലെ അടിയാറുകളെ നിങ്ങൾ ആവരുത്. ഖുർആന്റെ ഭാഷ. നമ്മൾ അങ്ങനെ കഴുതകളായിട്ടുണ്ടോ കഴിഞ്ഞൊരു കൊല്ലം? അതല്ല, ബുദ്ധിയുള്ള അൽ ഇൻസാനായി ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഈ ചോദ്യം ചോദിക്കുള്ളൂ, മൗലമാര് ചോദിക്കൂല. എന്തുകൊണ്ടറിയോ? ആളുകൾ ആ ലക്ഷ്യത്തിൽ എത്തരുതെന്നാണ് മൗലമാരുടെ ഉദ്ദേശം. മൗലമാര് മീൻസ് പള്ളിയിൽ ഇമാമികൾ, ഖത്തീബന്മാര്, ശൈഖന്മാര്, ഖാദിമാരെല്ലാം ഇതിൽപ്പെട്ടു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ മരിച്ച വീട്ടിൽ ഓതാൻ മാത്രമുള്ള കിതാബാക്കി മാറ്റിയത്.
ജീവിച്ചിരിക്കുന്നവന്റെ വീട്ടിൽ പോയി ഉമ്മറത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം പറഞ്ഞു പഠിപ്പിക്കുവാൻ നാട്ടിലുള്ള ഖാദി തയ്യാറായിട്ടില്ല, ഖതീബ് തയ്യാറായിട്ടില്ല, മുദർരിസും ശൈഖും ഖാദിയും മുത്തുക്കോയും മുല്ലുക്കോയും തയ്യാറായിട്ടില്ല. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ച് 3 തുണിയിൽ പൊതിഞ്ഞ് കിടത്തുമ്പോഴേക്ക് 70,000 ഖത്തം തീർക്കാനുള്ള ആർത്തിയോടെ പുരോഹിതവർഗം കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന്റെ ദുഷിച്ച ചിന്ത ജീവിച്ചിരിക്കുന്നവൻ ഖുർആൻ പഠിക്കേണ്ടെന്നാണ്. മരിച്ചോൻ കേട്ടിട്ട് പോയാൽ മതി, മരിച്ചോനൊട്ട് കേൾക്കൂല. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് പാഠം നൽകാനുള്ളതാണ്. ഖുർആൻ ജീവനോടെ ആയുസ്സോടെ ഉള്ളവന് വഴിതെളിച്ച് കാണിക്കാനുള്ളതാണ്. അതുകൊണ്ടല്ല അല്ലാഹു ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആരാ മയ്യത്താ ചിന്തിക്കണ്ടേ? മരിച്ച ഉപ്പ ചിന്തിക്കോ? മരിച്ച ഉമ്മ ചിന്തിക്കോ? എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളി ഖതീബമാര്, ഖാദിമാര്, മുദർരിസുമാരുണ്ടെങ്കിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പോലും അറിയാതെ ഊരു ചുറ്റുന്ന ഇക്കാലത്ത് അവരെ എല്ലാം വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഓരോ ഉപ്പയും മരിക്കുമ്പോ മരിച്ച വീട്ടിൽ പോയിട്ട് ഓതലല്ലോ. മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്ന ഈ നാട്ടുകാരോട് പുതിയ വർഷത്തില് എന്തുണ്ടാ ഖുർആനുമായിട്ടുള്ള ബന്ധം? അതിൻ്റെ ഉള്ളിലുള്ള അവാമിറുകൾ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ റബ്ബിന്റെ കൽപ്പനകൾ, എന്നെ സൃഷ്ടിച്ചു ദുനിയാവിലേക്ക് അയച്ച എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം. എന്തൊക്കെ? അതിൽ ആദ്യത്തെ പ്രഥമ കൽപ്പന നിറവേറാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്തായാലും ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ ഞാനും കണക്കന്നെ, പോത്തും കണക്കന്നെ. കൽപ്പന അറിയില്ല. പോത്ത് എന്റെ ഉപ്പ എപ്പം പറയലുണ്ട്, പോത്ത് രാവിലെ പുറക്കുന്ന എണീക്കും, ആലയിൽ നിന്ന് പുറത്തു വരും, അപ്പുറത്തെ വീട്ടിലെ കഞ്ഞി കുടിക്കും, പിന്നെ അപ്പുറത്തെ വീട്ടിലെ വാഴവിന്റെ ഇല വലിച്ചു തിന്നും, പിന്നെ അപ്പുറത്തേക്ക് ഏതോ വീട്ടിൽ എരുമയുണ്ടാവും, ആ എരുമന്റെ ഒപ്പം അങ്ങ് പോകും. അതുപോലെ നമ്മള് ജീവിത ലക്ഷ്യബോധമുള്ളവരല്ലേ, തലച്ചോറുള്ളവരല്ലേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അടിയാറുകളെ നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയത്തിൽ ആരെങ്കിലും പൂട്ടിയിരിക്കുകയാണോ എങ്കിൽ ആ പൂട്ട് തുറക്കാനാണ് SKSM പരിപാടി വെച്ചത്. ഹൃദയങ്ങളെ പൂട്ടിയിരിക്കുന്ന പൂട്ടുകളെ തുറക്കാൻ, പരിശുദ്ധ ഖുർആനിലേക്ക് വരാൻ, അതിൽ അല്ലാഹുവിന്റെ കൽപ്പന യോദാൻ. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും الذي خلقكم والذين من قبلكم لعلكم تتقون. ഖുർആനിന്റെ പ്രഥമ കൽപ്പന, ആദ്യത്തെ കൽപ്പന. നമ്മൾ വിചാരിച്ച നിസ്കാരാണ്? അല്ല. നമ്മൾ വിചാരിച്ച സലാത്ത് ഹൽക്കയാണെന്നാണ്? അല്ല. ദിക്ർ ഹൽക്കയോ അല്ല. തങ്ങളെ വീട്ടിൽ പോയിട്ട് 27 റജബിൽ 27 രാത്രി പോയിട്ട് പാട്ടുപാടലല്ല. എവിടം വരെ എത്തിയെന്നറിയോ പ്രിയപ്പെട്ടവരെ? നാൽക്കാലികളെ പോലെ, കഴുതകളെ പോലെ അവയെക്കാളും മതപ്പതിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനെ പുരോഹിതവർഗം ചങ്ങലയിൽ കെട്ടി മുറുക്കി വഴികേടിന്റെ ചെളിക്കുഴിയിൽ എത്ര താഴ്ത്തിയെന്നറിയോ? കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് കൊണ്ടുപോയി സൗർ ഗുഹയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് തൗഹീദിനെ സംരക്ഷിക്കാനുള്ള യാത്രയിൽ 3 ദിവസം ഒളിച്ചിരുന്ന ഗുഹയിലേക്ക് പാതിരാക്കാടുകളെ വിളിച്ചുകൊണ്ടുപോയി ഗുഹാമുറ്റത്തിരുന്ന് മൗലീദ് കഴിക്കുന്ന ദുഷിച്ച സമ്പ്രദായത്തിലേക്ക് ഈ നാട്ടിലുള്ള ഉസ്താദക്കന്മാര്, മൗല്യന്മാര് ഈ ഉമ്മത്തിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അഫലാ യതദബ്ബറൂൻ, അള്ളാന്റെ ചോദ്യം പ്രസക്തമാണ്. മനുഷ്യന്മാരെ ചിന്തിക്കുന്നില്ലേ? ഖൽബ് തുറക്കുന്നില്ലേ? അള്ളാന്റെ ചോദ്യം എന്താ? അള്ളാന്റെ അമൃതറിയോ? നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, ഇതൊന്നുമല്ല. യാ അയ്യുഹന്നാസ്, മാലോകരെ, അതൊരു അധികാരത്തിന്റെ വിളിയാണ്, അതൊരു പ്രൗഢിയുടെ വിളിയാണ്. ആരാണോ സൃഷ്ടിച്ചവൻ, ആരാണോ സംരക്ഷിക്കുന്നവൻ, ആരാണോ പരിപാലിക്കുന്നവൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ കഠിനാണ് ഏതൊരുത്തന്റെ കയ്യിലാണോ ആ മഹാശക്തിയുടെ അധികാരത്തിന്റെ വിളിയാണ്. യാ അയ്യുഹന്നാസ്, ഞാൻ സൃഷ്ടിച്ച് ഞാൻ പരിപാലിക്കുന്ന എന്റെ അടിയാറുകളായ മനുഷ്യവർഗമേ. അൽ ഇൻസാൻ എന്ന പേരിൽ
തന്ന എന്റെ ഔദാര്യം ആസ്വദിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യക്കൂട്ടമേ, എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒന്നാമത്തെ കൽപ്പന ഉഅ്ബുദൂ റബ്ബക്കും. ആദ്യത്തെ അംർ, നിങ്ങൾ നിങ്ങളെ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അള്ളാഹുവിന്റെ അംർ കഴിഞ്ഞ ഒരു കാലം പൂർത്തിയാക്കാൻ പറ്റിയോ ഇല്ലയോ? അതല്ല മൊയ്‌ദി ശൈഖിനെയും ഉള്ളാൾ തങ്ങളെയും അതേപോലെ CM-നെയും വിളിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തിയോ? നഫ്സിനോട് ചോദിക്കണം. അതല്ല കൽപ്പന. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ചില ആളുകൾ ഞാനല്ലാത്ത ചില ആളുകളോട് ചോദിക്കും, അവരോട് അഭയം തേടും. ജാറങ്ങളിൽ ചെന്ന് അഭയം തേടുന്നവരെ പോലെ, ജിന്നുമ്മമാരെ കണ്ട് അഭയം തേടുന്നവരെ പോലെ, ജിന്നുപ്പാപ്പമാരെ വിളിച്ചു വരുത്തി ജിന്നിനെ ഹാജരാക്കി സംസാരിക്കുന്നവരെ പോലെ, ചരടും കുപ്പിയും തകിടും കെട്ടി ഉടമസ്ഥനായ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവരെ പോലെ. പക്ഷെ നിങ്ങൾ അറിഞ്ഞോളണം, നിങ്ങൾ ആരെയാ വിളിക്കുന്നത്? നിങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ആളുകളല്ലേ. അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും. പക്ഷെ അല്ലാഹു പറയാൻ, ഞാൻ പറയുന്നത് നിങ്ങളെയും അവരെയും സൃഷ്ടിച്ചവൻ ആരാണോ അവന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. ഖുർആന്റെ പ്രഥമ കൽപ്പന നിറവേറ്റിയവൻ മുവഹിദുകളാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സലഫികൾ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരോടും ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പുതിയ വർഷത്തിൽ അല്ലാഹുവിന്റെ പ്രഥമ കൽപ്പന നിറവേറ്റാൻ സാധിച്ചോ ഇല്ലയോ? ആയത്തിന്റെ ബാക്കി എന്താ അറിയോ? അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ. ഏ മനുഷ്യരെ, എന്തിനാന്നറിയുമോ ഞാൻ നിങ്ങളോട് എനിക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് കൽപ്പിച്ചത്? അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പ് പോലെ വിരിച്ച് തന്നവൻ. വേറെ ആരുമല്ല, ഒരു തങ്ങളുമല്ല, ഒരു ശൈഖുമല്ല, ഒരു ജിന്നുമല്ല, ഒരു മലക്കുമല്ല, ഒരു ശൈഖുനല്ല, ഒരു മുത്തുക്കോയും ഇല്ല, അവിടെ ഒരു മുന്നുക്കോയും ഇല്ല, ഒരു ഇബ്രാഹിമും ഇല്ല, ഖലീലും ഇല്ല, ബുഖാരിയും ഇല്ല, ആരുമില്ല. ഉടമസ്ഥനായ റബ്ബ് നിങ്ങൾക്ക് വിരിച്ചു തന്നു. ഇനി ഞാനല്ലാത്ത പേർ ആരോടെങ്കിലും ചോദിക്കുന്നെങ്കിൽ അവരാരെങ്കിലും ഈ വിരിച്ച കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. ഇത് അല്ലാഹുവിന്റെ ചോദ്യം. മേൽക്കൂരയായി നിങ്ങൾക്ക് തൂണുകളില്ലാതെ ആകാശത്തെ നിർമ്മിച്ചവൻ ആരാണോ അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് മഴത്തുള്ളികളെ വർഷിപ്പിച്ച് തന്നവൻ. ആ വെള്ളത്തുള്ളികൾ ഉപയോഗിച്ച് വരണ്ടു കിടക്കുന്ന ഭൂമിയെ നനച്ച് തണുപ്പിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ചെടികളെ മുളപ്പിച്ച് അതിൽ കായ്കനികൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തിന്നാൻ തന്നവനാരോ അവര് മാത്രം നിങ്ങളെ ഇബാദത്ത് ചെയ്യുക. ഇത്ര കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു തന്നിട്ടും ജാറത്ത് പോകുന്നതിന് അടിക്കല്ലാണ്ട് വെറുതെ ചെയ്യണ്ടേ? മോനെ എന്താ കൊടുക്കണ്ടേ? ഇത്ര കൃത്യമായിട്ട് അള്ളാഹു എന്തിനാണോ അള്ളാഹു മാത്രം എന്ന് പറയുന്നത് എന്നതിന്റെ തെളിവിങ്ങനെ അക്കമിട്ട് പറഞ്ഞു തന്നിട്ടും മറ്റേ പകരനെ പോലെ മരിക്കുന്ന സമയത്തും സിയം 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 എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നോനെ ഉമറുൽ ഫാറൂഖ് ഉണ്ടെങ്കിൽ ഒരൊറ്റ വെട്ടിന് തല മാറ്റിയിട്ടുണ്ടാവും. ഖലീഫ ഉമർ ഉണ്ടെങ്കിൽ അള്ളാഹ് ഇത്ര കൃത്യമായി പറഞ്ഞു തന്നിട്ട്, ഇത്ര കൃത്യമായി അള്ളാഹു ബോധിപ്പിച്ച് തന്നിട്ടും മരിച്ച മയ്യത്തുകളെ ആശ്രയിക്കുന്ന മഠയന്മാരെ എങ്ങനെ എന്ത് പറഞ്ഞു തന്നിട്ടാ മനസ്സിലാക്കി തരിക? ഏതായ തോതിയിട്ട എരി മനസ്സിലാക്കി തരിക? എത്ര കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വിശദീകരിക്കുന്നു. ആദ്യത്തെ കൽപ്പന നെഞ്ചിൽ കേറ്റാൻ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് മുമ്പുള്ളവനെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ വിരിച്ചു തന്നവൻ, ആകാശത്തെ മേൽക്കൂരയാക്കിയവൻ, മേഘത്തുള്ളികളിൽ നിന്ന് മഴ വർഷിപ്പിച്ചവൻ, ചെടികളെ മുളപ്പിച്ച് ഭക്ഷണം തന്നവൻ, ഇതൊക്കെയും
ആ ഏകനായ അല്ലാഹുവായ സ്ഥിതിക്ക് ഫലാ തജഅലൂ നിങ്ങളാക്കരുത് ലില്ലാഹി അല്ലാഹുവിന് അന്താദാ പങ്കാളികളെ. അത് കുറ്റകരമാണ്, അത് നിങ്ങൾ ചെയ്യരുത്. ഒന്നാമത്തെ ഖുർആന്റെ കൽപ്പന നിറവേറ്റിയോ ഇല്ലയോ? എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഈ നാട്ടുകാരായ ആളുകളെ, ജാറത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, തങ്ങളടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഖബറിനടുത്ത് പോയി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, പള്ളിയിലെ ഖത്തീബ് ഔലിയ നടത്തിയ സിയാറത്ത് ടൂറിൽ പൈസയും കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, വല്ലാഹി സുമ്മ വല്ലാഹി അല്ലാഹുവിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. 2024 ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലേ? ഭാഗ്യവാനാണ്. കാരണം ഒരു വർഷമായി അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിച്ച് ഇസ്സത്തോടെ നെഞ്ചും വിരിച്ച് ജീവിക്കുന്ന മുവഹിദുകൾ അള്ളാഹു ഇസ്തിഖാമത്തിന് നസീബാക്കി തരട്ടെ. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ അവാമിറുകൾ എണ്ണിയപ്പോൾ ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ പറഞ്ഞു, അഅ്ദമുൽ അവാമിർ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലുള്ള ആൾക്കാരോട് എങ്ങനെ പറഞ്ഞിട്ടാ ഇത് മനസ്സിലേക്ക് ഒന്ന് കയറ്റിക്കൊടുക്കാൻ തിരിയുന്നില്ല. മലയാള ഭാഷയായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വേറൊന്നും കേൾക്കാൻ കഴിയില്ല. ഒന്നുകിൽ സലഫി മിമ്പറിന്റെ താഴ്ഭാഗത്ത് വെള്ളിയാഴ്ച ഉച്ചക്ക് വന്നിരിക്കണം, അതല്ലെങ്കിൽ SKSM പോലുള്ള സലഫി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന തൗഹീദി പ്രഭാഷണത്തിന്റെ കസേരയിൽ വന്നിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വർഷമായി വീട്ടിന്റെ ഓരത്ത് ചുറ്റിവെച്ചിരിക്കുന്ന ഖുർആന്റെ ഉള്ളിൽ എന്താ ഉള്ളെന്ന് കേൾക്കാൻ പറ്റും. ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്ന് തിരിയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സൂറത്തുൽ ബഖറ ആയത്താണ്, പോയിട്ട് വായിച്ചു നോക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ വിശ്വസിക്കണ്ട, പോവണം, ഖുർആന്റെ പരിഭാഷ എടുക്കണം, ആയത്ത് വായിക്കണം, അർത്ഥം വായിക്കണം. അഅ്ദമുൽ അവാമിർ, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഉന്നതമായ കൽപ്പന, അനിഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അഅ്ദമുൽ അവാമിർ. കുറേ കൽപ്പനയുണ്ട്. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ബന്ധം പുലർത്തണം, അതേപോലെ പാപങ്ങളെ സഹായിക്കണം, ഭക്ഷണം കൊടുക്കണം, അങ്ങനെ പലതരം കൽപ്പനകളുണ്ട്. ഇതിലെല്ലാം ടോപ്പിൽ നിൽക്കുന്ന കൽപ്പന അനിഅ്ബുദുല്ലാഹ്, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ഷൈഅ, ഒരു വസ്തുവിനെയും അവനോട് നിങ്ങൾ പങ്കു ചേർക്കാനും പാടില്ല. അത് നിറവേറ്റാൻ പറ്റിയോ ഇല്ലയോ? മൂന്നാമത്തെ ചോദ്യം നഫ്സിനോട് ചോദിക്കേണ്ട, പുതിയ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏകദേശം 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്. അതിൽ 313ഓളം അല്ലെങ്കിൽ 300 ചില്ലാനം മുർസലുകളുണ്ട്. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം പള്ളിയിൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കണം. അതിൽ 300 ചില്ലാനം റസൂലുകളുണ്ട്. എന്തായിരുന്നു ആ 300 ചില്ലാനം റസൂലുകൾ ഈ ലോകത്ത് വന്ന് പറഞ്ഞ ആദ്യത്തെ സംഗതി? ആരുവരെ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ. അത് കേൾക്കാനും നിറവേറാനും സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ മിൻഹും റസൂല. ഏ നബിയേ, ഈ ദുനിയാവിൽ വന്ന എല്ലാ സമൂഹങ്ങളിലേക്കും ഞാൻ റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു വന്ന ഒരു കാര്യം അനിഅ്ബുദുല്ലാഹ, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹ്ക്ക് പുറമെ ചേർക്കപ്പെട്ട ദേവീദേവന്മാര്, വിഗ്രഹങ്ങൾ, ജാറങ്ങൾ, ദർഗകൾ, തങ്ങന്മാർ, ശൈഖുനമാർ, ബീവിമാര്, ചരട്, ഉറുക്കി, ഏലസ്, തകിട് പോലുള്ള താഗൂത്തുകളെ മുഴുവനും ഒഴിവാക്കണം എന്നുമാണ് മുഴുവൻ പ്രവാചകന്മാരും വന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ വാക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ? കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് വായിച്ചോളൂ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ജീവനേക്കാളും അധികം സ്നേഹിക്കുന്ന, ജീവനേക്കാൾ അധികം സ്നേഹിക്കൽ ഈമാനിന്റെ ദീനിന്റെ ഭാഗമായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമുക്ക് നമ്മുടെ നഫ്സിനേക്കാൾ വേണ്ടപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ ആൾക്കാർ മുജാഹിദുകളെ, സലഫികളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയും, അവർക്ക് റസൂലില്ല, അവർ സ്വലാത്ത് ചൊല്ലൂല, അവർക്ക് റസൂലുള്ളാഹിനോട് മുഹബ്ബത്തില്ല. കളവാണ്. 1000 കളവിന്റെ കൂട്ടത്തിലെ ഒരു കളവ്. CM മടവൂര് വന്നിട്ട് വിമാനം പിടിച്ച് റംബയിൽ ഇറക്കിയെന്ന് കളവ് പറയുന്നവൻ ഇത് പറയാതെന്നല്ല അത്ഭുതമുള്ളൂ. ഇത് അതിന്റെ മുമ്പിൽ ഇതെല്ലാം ചെറിയ കളവ്. ഒരിക്കൽ പകരം പ്രസംഗിച്ച് ഏതോ മരിക്കാൻ കിടക്കുന്ന ഒരാള് CM എന്ന് വിളിക്കുന്നത് കേട്ടു. അങ്ങനെ മഹാന്മാരുടെ പേരുകൾ അവസാന സമയത്ത് നാവിൽ വരുന്നത് നല്ല അടയാളമാണ്. ഒറ്റക്കിട്ട് നിങ്ങൾ എന്താക്കും?
ഒറ്റക്കിട്ടിയാൽ എന്താക്കും? ഉമ്മത്തിനോട് ഇമ്മാതിരി കളവ് പറയുന്ന ഒരു കളവ് പറയുന്ന ടീമുണ്ടല്ലോ, മറ്റേ ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായ ഗീബൽസ. കളവുകളെ സത്യമായി അവതരിപ്പിക്കുന്ന ടീം ആ ടീമാണ്. ഞാൻ മൂലമലെ പറ്റിയാ പറയുന്നത്. തലപ്പാവ് ധരിച്ച വെള്ള കന്തൂറയിട്ട ഉസ്താദുമാരെ സംബന്ധിച്ച് ഞാൻ പറയുന്നു. കാരണം ഫേസ്ബുക്കിലും മറ്റൊക്കെ നമ്മൾ കാണുന്ന കേൾക്കുന്ന അങ്ങനെയാണ്. കളവ് പച്ചപടായി, അതായത് എന്ത് വാക്ക ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് തിരിയൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതിൻ്റെ ഇടയിലുള്ള ഒരു കളവാ നമുക്ക് റസൂലുള്ളാഹിയോട് സ്നേഹമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് ദീനിന്റെ രണ്ടാം ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരു പക്കാ മുവഹിദുകാരൻ, അല്ലാത്തൊരു വസ്തുവിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു ശക്തിയിലേക്ക് പോകുന്ന പരിപാടിയില്ല. പക്ഷെ ജീവിതത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലെങ്കിൽ അവൻ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. النبي أولى بالمؤمنين من أنفسهم. തീർച്ചയായും പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം നഫ്സിനേക്കാളും വേണ്ടപ്പെട്ടവരാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് നമുക്ക് വരാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് റസൂലായി വന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മക്കത്ത് റസൂലായി വന്നൊരു സന്ദർഭം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സഫാ മലയുടെ മുകളിൽ കയറി. ഇപ്പോഴും ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന ആൾക്കാർ സഫാ മലന്റെ മുകളിൽ കയറി പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമ അൽഅഹ്സാബ വഹ്ദഹു. ഇത് അന്ന് അല്ലാഹുവിന്റെ റസൂൽ സഫാ മലയുടെ മുകളിൽ കയറി കഅബാലയത്തിന്റെ നേരെ നോക്കി നിന്ന് അതിന്റെ താഴ്വാരത്തിരിക്കുന്ന മക്കത്തെ മുശ്രിക്കിനെ കേൾപ്പിക്കാൻ ഉറക്കെ പറഞ്ഞ വാചകങ്ങളാണ് ഇത്. പോയിട്ട് പറയുന്ന ആരെന്നറിയോ? മനസ്സിൽ നിറച്ചു CM-നെയും കൊണ്ട് നടക്കുന്ന പാർട്ടികൾ. എന്താ അർത്ഥമുള്ളത്? അവിടെ ഞാൻ പറഞ്ഞ് നഫ്സിനോട് ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുർസലുകൾ ഈ ലോകത്ത് വന്ന് പ്രഖ്യാപിച്ച അത് കേൾക്കാനും അറിയാനും നിറവേറ്റാനും സാധിച്ചോ ഇല്ലയോ? സഫാ മലന്റെ മുകളിൽ കയറ്റി വിളിച്ചു, അയ്യുഹന്നാസ്, ആൾക്കാരെ മൊത്തം. ഏതാൾക്കാരെ? ഹിന്ദുക്കളെയാ? അന്ന് ഹിന്ദുക്കളില്ല. നസാറാക്കളെയാണോ? അന്ന് മക്കത്ത് നസാറാക്കളും ഇല്ല. ജൂതന്മാരെയാണോ? അന്ന് മക്കത്ത് ജൂതന്മാരും ഇല്ല. മജൂസികളാണോ? അവരങ്ങ് പേർഷ്യയിലാണ്, മക്കത്ത് തീരെയില്ല. പിന്നെ റസൂലുള്ളാഹി വിളിച്ചു കൂട്ടിയത് ആരെയാണ്? ചരിത്രം പരിശോധിച്ചാൽ അന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കൂട്ടിയത് മക്കത്ത് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ മില്ലത്തെ ഇബ്രാഹിം അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെടുകയും എന്നാൽ അതിൽ ശിർക്ക് ചെയ്ത് കലർപ്പുണ്ടാക്കി മഹാന്മാരെ വിളിച്ച് തേടുകയും ചെയ്ത ഒരുപറ്റം പാരമ്പര്യ മുസ്ലിമീങ്ങളെ. അവര് കഅബാലയത്തെ ബഹുമാനിച്ചിട്ടില്ലേ? അവർ കഅബാലയത്തെ ആദരിച്ചിട്ടില്ല. ഇപ്പോഴും കഅബന്റെ മുമ്പിലുള്ള ഹതീം ഹിജ്ർ ഇസ്മായിൽ, ആ വട്ടത്തിലുള്ള കെട്ട്, അത് ആര് കെട്ടിയതാ? മക്കത്തെ മുശ്രിക്ക് ഖുറൈശികൾ കെട്ടിയതാ. എന്തിന്? ഹലാലായ മുതല് തീർന്നുപോയി പണി പൂർത്തിയാകുമ്പോഴേക്കും. അതെന്താ? കഅബാലയത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളല്ലേ? ആ ഒരു ഹലാലായ മുതലാണോ അല്ലെന്നൊക്കെ സൂക്ഷിക്കേണ്ടത്. പക്ഷെ അവര് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവർ കഅബാലയത്തെ ആദരിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ഏതോ മതക്കാരായിട്ട് കണക്കൂട്ടണ്ട മക്കാരെ. മൗലവിമാര് ചിലപ്പോൾ അങ്ങനെ പ്രസംഗിക്കും. ഈ മുജാഹിദീങ്ങള് മക്കത്തുള്ള ഏതോ മതക്കാർക്ക് വേണ്ടി ഇറക്കിയ ആയത്തൊക്കെയാണ് നമുക്ക് വേണ്ടി പറയുന്നത്. അത് നിങ്ങൾ രണ്ടാളും സെയിം ആയതുകൊണ്ടാണ് ആദർശത്തിൽ. ഒരുപക്ഷെ കോലത്തിലും താടിയും തലയിക്കെട്ടും കന്തൂറയും ഇപ്പൊ എല്ലാവരും കന്തൂറയാക്കി. അവർക്ക് കുറേശ്ശേർക്ക് അങ്ങനെ തന്നെ ഉണ്ടായിനി. അവര് കഅബാലയത്തെ ആദരിച്ചു, അവര് സംസം വെള്ളത്തെ ആദരിച്ചു, അവര് കഅബാലയത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മക്കത്തെ മുശ്രിക്ക് കഅബാലയം തവാഫ് ചെയ്തു. മക്കത്തെ മുശ്രിക്ക് തൽബിയത്ത് പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവരാ പറഞ്ഞ അല്ലാഹുമ്മ ഏത് അല്ലാഹുവിനെ പറ്റിയാണ്? മക്കത്തെ മുശ്രിക്ക് അന്ന് ലബ്ബൈക അല്ലാഹുമ്മ എന്ന് പറഞ്ഞ അല്ലാഹു ഏത് അല്ലാഹുവാണ്? അല്ലാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പേ പറഞ്ഞു പോലെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഏത് അല്ലാഹുവിനെ സംബന്ധിച്ച്. അപ്പൊ അല്ലാഹുവിനെ അറിയുന്ന, മില്ലത്തെ ഇബ്രാഹിം അറിയുന്ന, ഹജ്ജ് ചെയ്ത, തവാഫ് ചെയ്ത. ഒരു ഉദാഹരണം പറയാം ചിന്തിക്കുന്നവർക്ക്.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ജാഹിലിയത്തിൽ അഥവാ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേർച്ച ചെയ്തിരുന്നു. എന്താ നിന്റെ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാം അല്ലാഹുവിന് വേണ്ടി എന്ന് ഞാൻ നേർച്ചയാക്കിയിരുന്നു. അതിപ്പോ ഞാൻ നിറവേറണോ വേണ്ടയോ? കാരണം ഇപ്പൊ ഞാൻ തൗഹീദിലേക്ക് വന്നല്ലോ. അത് പണ്ട് ജാഹിലിയത്തിലെ നേർച്ചയല്ലേ, ഞാൻ എന്താക്കണം? ജാഹിലിയത്തിൽ ആർക്ക് വേണ്ടിയാണ് ഉമറിന്റെ നേർച്ച? അള്ളാഹ്ക്ക് വേണ്ടി. എന്താണ് നേർച്ച? മസ്ജിദുൽ ഹറാം എന്ന പരിശുദ്ധമായ പള്ളിയിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാം. ഇത് ഹിന്ദുക്കളുടെ പരിപാടിയാ? ഇത് നസാറാക്കളുടെ പരിപാടിയാ? ഇത് ജൂതന്മാർ ചെയ്യുന്ന പരിപാടിയാ? ഇത് മുസ്ലിമുകൾ ചെയ്യുന്ന പരിപാടിയല്ലേ? പിന്നെ എങ്ങനെ മക്കക്കാർ അത് ചെയ്തു? ശരി, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയണം? എന്തും പറയാം. അതിൽ പണ്ടത്തെ മതത്തിന്റെ കാര്യമല്ലേ? നോ, റസൂൽ അങ്ങനെ പറഞ്ഞില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നീ ചെയ്ത നേർച്ച പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നീ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്ത നേർച്ച പൂർത്തിയാക്കിക്കോളൂ. കാരണം അന്നും ഉമർ ചെയ്തത് ആ അള്ളാഹ്ക്കുള്ള നേർച്ച എന്നെ, വേറെ അള്ളാഹ്ക്കുള്ളതല്ല. അതുകൊണ്ടാ പൂർത്തിയാക്കാൻ പറഞ്ഞു. പിന്നെന്താ റസൂലുള്ളാഹി തങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നം? ബദർ, ഉഹദ്, ഖന്തക്, അങ്ങനെ ഹുനൈൻ പോലെയുള്ള അതിശക്തമായ യുദ്ധങ്ങളൊക്കെ എന്തിനാണ്? അവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൂട്ടി. ആ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ വന്നു, പാവങ്ങളെ സഹായിക്കുന്ന, യതീമുകളെ സഹായിക്കുന്ന ആളുകൾ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖെന്നും മാലിക്കെന്നും റാസിഖെന്നും മുദബ്ബിറെന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന മക്കക്കാര് വന്നു. അല്ലേ? നിഷേധിക്കുന്ന ആൾക്കാരല്ല വന്നു കൂടിയത്. അവരുടെയൊക്കെ വിശ്വാസപ്രകാരം അവർക്ക് ഉറപ്പുണ്ട്, സൃഷ്ടാവ് തിന്നാൻ തരുന്നവൻ അല്ലാഹു ആണ്. അതുകൊണ്ടല്ലേ ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കപ്പലിൽ പോവാ, ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ മക്കത്തേക്ക് ജയിച്ചു വന്നപ്പം കപ്പലിൽ ഓടുകയാണ്. കൊടുങ്കാറ്റ് വന്നു, തിരമാലാടി വരാൻ തുടങ്ങി. അപ്പോൾ കപ്പിത്താൻ പറയുന്നു, മക്കളെ, എളിങ്ങളെ ആത്തര ഉത്സരം വെച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലാഹനെ മാത്രം വിളിച്ചാൽ മതി. ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ നിഷ്കളങ്കമായി അവർ അല്ലാഹുവിനെ വിളിക്കും. ആരെപ്പറ്റി അല്ലാഹ് പറയുന്നു? മക്കത്തെ ആൾക്കാരെ പറ്റി. അവരെങ്ങനെ ഏതോ മതക്കാരാണെങ്കിൽ അല്ലാഹനെ വിളിക്കുക? പക്ഷെ അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ കയറിയിട്ട് പറയും, അതിലാത്ത രക്ഷപ്പെടുത്തിയത്, അത് ഉസ്സ രക്ഷപ്പെടുത്തിയത്. ഇന്നത്തെ സമസ്തക്കാര് പറയുന്ന പോലെ മക്കളെ കൊടുത്തതാരാ? അള്ളാഹു. പറച്ചല് പാപിന് ശരീരം 3 വെട്ടുമ്പ. രോഗം മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് ഉള്ളാൾ തുപ്പാപ്പ. പിന്നെ ക്യാൻസർ മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് CM രാത്രി വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയി. കുഷ്ഠരോഗം മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ച മായൻകുട്ടി. കാരണം മായൻകുട്ടിക്ക് ബീഡിയാ നേർച്ച. ഒരു 2 കെട്ട് ബീഡി മായൻകുട്ടിക്ക് നേർച്ചയാക്കി. മായൻകുട്ടി വന്നിട്ട് നാക്കി രാത്രി പാതിരാക്ക് ഉറങ്ങുമ്പോൾ എനിക്കൊരു ചങ്ങായി ഒരു വോയിസ് അയച്ചത്. അയാള് CMന്റെ നേതാവിന്റെ, CMന്റെ ഒരു പ്രചാരകനുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. അതായത് CMന്റെ പോലീസ് പറയാ, CMന്റെ കറാമത്ത് പറയാ, CMനെ സ്വപ്നം കണ്ട കഥ, CM അങ്ങനെ ആക്കിയതാ, CM ഇങ്ങനെ ആക്കിയതാ. ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, CMനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ CMന്റെ വലിയ മുരീദാണ്. ഇങ്ങനെയുണ്ടല്ലോ, മസ്ലഹത്തിന് വേണ്ടി കളവ് പറയാൻ, ആളുകൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള നീയത്തിൽ, ഇസ്ലാഹിന് വേണ്ടി കളവനുധിക്കപ്പെട്ടാണല്ലോ. അങ്ങനെ ഞാൻ CMന്റെ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ദിവസം CMന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. CM എന്നോട് പറഞ്ഞു. അപ്പൊ ഈ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾക്കൊരു ഇതാരിപ്പ ഇത് മംഗലാപുരത്ത് CMന്റെ എത്ര വലിയ മുരീദ്, CMന്റെ ഇത്ര വലിയ അടുത്ത ആളാരിപ്പ സ്വപ്നത്തിലെല്ലാം വരുന്ന ആള്. എന്നിട്ട് സ്വപ്നത്തിൽ CM എന്നോട് പറഞ്ഞു, നിങ്ങക്ക് കുറെ ബുദ്ധിമുട്ട്, കടങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ നീ എന്നോട് പരാതി പറഞ്ഞത്? അതേ തങ്ങളെ, കുറെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നാട്ടിലൊരു ചങ്ങായി ഉണ്ട്, എൻ്റെ മെയിൻ ആള്, എന്നെ പ്രചരിപ്പിക്കലും എന്നെ പറ്റി പറയലൊക്കെ അയാളുടെ ജോലി. 2 ലക്ഷം റുപ്യ ഞാൻ അയാളടുത്ത് കൊടുത്തിട്ടുണ്ട്, നീ പോയിട്ട് വാങ്ങിക്കോ.
എന്ന് CM എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റപ്പുറത്തുനിന്ന് പിന്നെ മിണ്ടാട്ടമില്ല, സ്റ്റക്കായി. ഒരു 2 സെക്കൻഡ് ഒന്നും മിണ്ടുന്നില്ല. ഇതാരിപ്പോ എന്നെക്കാളും വലിയ കള്ളൻ, അതവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതാരിപ്പോ എന്നെക്കാളും വലിയ കള്ളൻ, ഞാൻ തന്നെ ബടായി വിട്ടിട്ട് ജീവിക്കാൻ, അപ്പൊ എന്റെ മേലിൽ ബടായി പറഞ്ഞിട്ട് 2 ലക്ഷം തട്ടാൻ വേണ്ടി ആര്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നമുക്ക് ഈ പിരാന്തം വർത്തമാനം പറഞ്ഞ് പറയാൻ സമയം കളയാനില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിളിച്ചപ്പം മക്കത്ത് വന്ന് ഒരുമിച്ച് കൂടിയവർ മില്ലത്തെ ഇബ്രാഹിമിലെ പാരമ്പര്യ മുസ്ലിമികൾ, ഖാലിഖായി റാസിഖായി മാലിക്കായി അള്ളാഹുവിനെ മാത്രം കാണുന്നവർ. അവരെ വിളിച്ചു കൂട്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നാട്ടുകാരെ, എന്താ നിങ്ങൾക്ക് എന്നെ പറ്റിയ അഭിപ്രായം? ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന മലയുടെ പിറകുഭാഗത്തുകൂടെ ഒരു ശത്രു സൈന്യം വരികയും നിങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ പോവുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, യാ മുഹമ്മദ്, തമാശക്ക് പോലും നിന്റെ നാവുന്ന് കളവ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ഉറപ്പായും വിശ്വസിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ വാക്കിന്റെ പ്രിയപ്പെട്ടവരെ നിറവേറാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? തങ്ങൾ പറഞ്ഞു, എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം അതൊന്നുമല്ല, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലാഹു മാത്രം മതി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും, നിങ്ങൾക്ക് ജയിക്കാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുർസലുകൾ പറഞ്ഞു പഠിപ്പിച്ച തൗഹീദ് മനസ്സിലാക്കാനും അങ്ങനെ മുവഹിദായി ജീവിക്കാനും സാധിച്ചോ? അതല്ല മക്കത്തെ മുശ്രിക്കിനെ പോലെ ദർഗയിലും ജാറത്തിലും തങ്ങളും ജിന്നുമ്മയും ഉറുക്കും ഏലസും ഉറൂസും ഉത്സവവും ആയിട്ട് ജീവിതം തൊലച്ചു കളഞ്ഞോ എന്ന് ചിന്തിച്ചോളാം പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ. അതിനോടൊപ്പം ഗൗരവത്തോടെ ചിന്തിക്കാൻ, വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ, പള്ളി ഇമാമിങ്ങളോട്, ഖത്തീബുമാരോട്, മുദർരിസുമാരോട്, ശൈഖുനമാരോട് നിങ്ങളെ വഴികേടിന്റെ ദ്വലാലത്തിന്റെ ചളിക്കുഴിയിലേക്ക് വാരിയെറിയാൻ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന തലപ്പാവ് ധരിച്ച ജൂത പരിശകരുടെ ചട്ടുകങ്ങളായി മാറിയ പുരോഹിത വർഗത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, തങ്ങന്മാരോടടക്കം. ചില ആൾക്കാർ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പറയും, അല്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലപ്പോ എന്തൊക്കെ സംഭവിച്ചു പോകും. എന്ത് സംഭവിക്കാൻ? അതൊരു മുത്തുക്കോയ, അല്ലെങ്കിൽ മുല്ലക്കോയ, അല്ലെങ്കിൽ എന്ത് പേരാ പറയാ, ഇമ്പിച്ചിക്കോയ, ഇതിനപ്പുറത്ത് വേറെ നമുക്കില്ല. നമ്മളങ്ങനെ ഷിർക്കിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുന്ന ടീംസ് അല്ല. നമ്മളങ്ങനെ മരിച്ച മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് തങ്ങളെ തരണേന്ന് പറയുന്ന ദുഷിച്ചവരെ പേടിക്കുന്ന വിഭാഗമല്ല. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടിയാറുകളാണ്. അള്ളാഹുവിന്റെ ഏകാധിപത്യത്തിന്റെ കാര്യത്തിൽ ലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ പേടിക്കുന്ന ടീംസ് അല്ല സലഫികൾ. അതുകൊണ്ട് തങ്ങന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കേ വേണ്ട. അത് ഏത് മുത്തുക്കയായാലും, അത് AP ആയാലും EK ആയാലും നമുക്കത് വിഷയമേ അല്ല. പേടിയുണ്ട് ആരെ? ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന് അല്ലാഹു പറഞ്ഞ അള്ളാഹുവിനെ, അള്ളാഹു മരിക്കുന്നവരെ ആ ഖൗഫും ഖശിയത്തും ഇസ്തിഖാമത്തോടെ നസീബാക്കി തരട്ടെ. നിങ്ങൾ ഈ ഭാഗത്തുള്ള ചില തങ്ങന്മാര് ഒരു പരിപാടി തന്നെ അതാണ്, വന്നിട്ട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞു. ഒരു തങ്ങളുണ്ടായിരുന്നല്ലോ, സലഫി കയറിയ ബസ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ്, കയറിയാൽ തന്നെ സലഫിന്റെ മുമ്പിൽ നിൽക്കണം, ബാക്കിൽ നിൽക്കാൻ പറ്റൂല. എന്താ കാര്യം? കാറ്റിങ്ങോട്ടല്ലേ വരിക. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന സലഫിന്റെ മേത്ത് കൊണ്ടിട്ടാണ് ആ കാറ്റ് ബാക്കോട്ട് വന്നതെങ്കിൽ നിന്റെ മേത്ത് കൊണ്ടാ നീ സലഫിയായി പോവും. പേടിയുണ്ട്, പേടിയുണ്ട്. കാരണം ഹക്ക് എപ്പോഴും മനുഷ്യന്റെ മനസ്സിന് സത്യത്തിനോടൊരു തേട്ടം ഉണ്ടാവും. അത് പ്രകൃതിപരമായിട്ട് മനുഷ്യന് കിട്ടിയൊരു കേസാണ്. തേടിക്കൊണ്ടിരിക്കും മനസ്സ്. സത്യം ബോധ്യപ്പെട്ടാൽ മനസ്സങ്ങോട്ട് പോവും. പേടിയുണ്ട്. സലഫിന്റെ ബാബർ ഷോപ്പ് കയറാൻ പാടില്ല തങ്ങളെ ഫത്വ. തങ്ങൾക്ക് അത്ര പേടിയുണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് സംതിങ് എന്തോ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് അല്ലേ? നമ്മൾ മാജിക് കാണിക്കുന്നുണ്ട് സ്റ്റേജുമ്മൽ. നമ്മളെന്തെങ്കിലും വേറെ ദുനിയാവിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്കുന്നൊന്നുമില്ല. നമുക്കാകെ പറയാനുണ്ട് ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇതാ സൃഷ്ടിച്ച അല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി അള്ളാഹു അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാ നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് ഇങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ ജീവിച്ച് മരിച്ചോളി. ഇതേ നമുക്ക് പറയാനുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ പുതിയ വർഷത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാണ്.
പിറകിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഭാഗ്യവാൻ. റസൂലുള്ളാഹിന്റെ കൂടെ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്ത, റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്ത സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, പെട്ടെന്ന് റസൂൽ വിളിച്ചു, യാ മുആദ്. അപ്പൊ ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല. കഴുത കുറെ മുമ്പോട്ട് പോയി. രണ്ടാമതും വിളി, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ഉത്തരം കേട്ടു, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. കുറെ മുമ്പോട്ട് പോയി. മൂന്നാമതും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് ബി അബി വ ഉമ്മി. എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണം. എന്താ റസൂലേ ഇങ്ങനെ വിളിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നത് കഴുതപ്പുറത്ത്, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. എന്തിനാ ഈ ബാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുആദിനെ മൂന്നൂട്ടം വിളിച്ചിട്ട് ചോദിച്ചത്? എന്തിനാ പ്രിയപ്പെട്ട നാട്ടുകാരെ 3 പ്രാവശ്യം പിറകിലുള്ള മുആദിന്റെ പേര് വിളിച്ചത്? മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കാൻ പോകുന്ന വിഷയം മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിച്ച് മയ്യത്താക്കുന്നതുവരെ നഷ്ടപ്പെട്ടു പോവാതെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വളരെ കടുപ്പപ്പെട്ടൊരു വിഷയം മുആദിന് ഓതിക്കൊടുക്കാൻ പോവുകയാണ്. അതാ ഗൗരവത്തിൽ മുആദ് കേൾക്കാൻ 3 വട്ടം വിളിച്ചത്. ചോദിച്ച ചോദ്യം എന്താണ്? അതദ്രി മുആദേ, നിനക്കറിയോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹുവിനോട് അവന്റെ അടിമകൾക്കുള്ള ബാധ്യത എന്താണെന്ന് അറിയോ നിനക്ക്? മാർക്കം ചെയ്യലല്ല. ചില ആൾക്കാർക്ക് ചെയ്താൽ പിന്നായി. ഇത്രയും വലിയ നിസ്കാര ടൈം വരുത്തല്ല, ഇല്ലെങ്കിൽ 8 മോതിരം ഇടലല്ല, കൈമ പിന്നെ എന്താ പറയാ, തസ്ബീഹ് മാല ചുറ്റിയ, വലിയ കറുത്തൊരു പച്ച ഷാള്, വലിയ വള്ളക്കന്തൂറ, വലിയ തലയിക്കെട്ട്, ഒരു 15 മുരീദന്മാർ ഇങ്ങനെ വരിക റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ വരുമ്പോ കണ്ട കാഴ്ച ഈ പറയുന്നു, ഇങ്ങനെ വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഇതൊന്നൊന്നുമല്ല, ഇതൊക്കെ വേഷം, ഖലാസ്, വേറൊന്നുമില്ല. അറബി വേഷം, അനറബി ധരിച്ചു, അത്ര തന്നെ. നമ്മളും കന്തൂറ, അറബി കന്തൂറ, അനറബിയായ കേരളക്കാരായ നമ്മൾ ഇട്ടു. അതിനപ്പതിയിലൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് സുന്നത്തൊന്നല്ല. അതേസമയം അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രമാണ് നീളക്കുപ്പായം. ആ മുഹബ്ബത്ത് എന്നാ പിന്നെ ഞാനും അതിന് കൂലിയുണ്ട്, സംശയമൊന്നുമില്ല. അതിന്റെ അപ്പുറത്ത് വേറൊന്നും ആക്കാനൊന്നുമില്ല. അത് മാർക്കറ്റിൽ മത്തിക്കച്ചവടം ചെയ്യുന്ന കന്തൂറ ഇട്ടാലും കന്തൂറ തന്നെ, ഷെയ്ഖിനെ ഇട്ടാലും കന്തൂറ തന്നെ. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നില്ല. കടുപ്പപ്പെട്ട ചോദ്യം, അതദ്രി, അറിയോ നിനക്ക് എന്താ അള്ളാഹുവിനോടുള്ള അടിമയുടെ ബാധ്യത? മുആദ് ചെവി കൂർപ്പിച്ചു. എന്താ ഇപ്പൊ റസൂൽ പറയാമോ? ഖുൽതു വല്ലാഹു വറസൂലുഹു അലം. ഞാൻ പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അധികം അറിയുന്ന ആളുകൾ. അപ്പോൾ റസൂലുള്ളാഹി പറയാൻ, അടിമക്ക് അള്ളാഹുവിനോട് ഒരു കടപ്പാടേയുള്ളൂ മുആദേ, അയ്യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അവരോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. ഹക്ക് പൂർത്തിയായി. അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയായി. ആ ഹക്ക് പൂർത്തിയാക്കിയവൻ അത് തെളിയിക്കാനായിട്ട് ചെയ്യേണ്ട കർമ്മമാണ് നിസ്കാരം തൊട്ടങ്ങോട്ടുള്ള മുഴുവൻ നന്മകളും. വേറെ ഒരു നന്മയും അള്ളാഹുവിനോടുള്ള ഹക്കിൽപ്പെട്ടതല്ല. ഹക്ക് പൂർത്തിയാക്കിയ മുവഹിദായ മുസ്ലിമായ മുഅ്മിനായ ഒരാള് അതിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്ത് ലഭിക്കാൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് നിസ്കാരം തൊട്ടങ്ങോട്ടുള്ള മുഴുവൻ നന്മകളും. ആദ്യം നിറവേറ്റേണ്ടത് അള്ളാഹുവിനോടുള്ള ഹക്ക്, ബാധ്യത, കടപ്പാട്. അതെന്താണ്? അയ്യഅബ്ദൂഹു, ഇബാദത്ത് അവന് മാത്രം, വലാ യുശ്രികൂ ബിഹി ശൈഅ, ഒരു വസ്തുവിനെയും അവനോട് പങ്കു ചേർക്കാതിരിക്കൽ. അത് നിറവേറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ചരടുണ്ടാവൂല, വീട്ടിൽ കുപ്പി ഉണ്ടാവൂല, ജന്നുമാരുടെ അടുത്തേക്ക് മാസാമാസം പോവൂല, തങ്ങളെ കാണാൻ വേണ്ടി പോവൂല, ദാരത്തിന്റെ ഉറൂസിന് പങ്കെടുക്കൂല, അതേപോലെ തന്നെ ദർഗയിലെ ഉത്സവത്തിന് പോവൂല, ഉള്ളാളത്തെ ഷേഖൊന്നും അവർക്കൊരു വിഷയമല്ല. അങ്ങനത്തെ ഒരു ബീവിയോ ബാവയോ ദേവനോ ദേവിയോ തങ്ങളോ തങ്ങൾച്ചിയോ ഇതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവന്റെ ഖൽബിലുള്ളത് വഹ്ദ ലാ ശരീക ലഹ്, സൃഷ്ടിച്ച അല്ലാഹു മാത്രം, വേറൊരാ. അത് അല്ലാഹുവിനോടുള്ള ഹക്കാണ്. നിറവേറാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? മുആദേ, അടിയാറുകൾ ആ ഹക്ക് നിറവേറിക്കഴിഞ്ഞാൽ തിരിച്ച് അല്ലാഹുവിനെ അടിമകളോടുള്ള ഹക്ക് എന്താണെന്ന് അറിയുമോ? മുആദേ,
തൗഹീദ് പൂർത്തിയാക്കി ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നരകം അവർക്ക് ഹറാമാക്കുക. ഇത് അല്ലാഹുവിന്റെ അടിമയോടുള്ള ഹഖെന്ന് മുആദ് ഇബ്നു ജബലിനോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2024 എന്ന കഴിഞ്ഞ ഒരു വർഷത്തില് അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയോ ഇല്ലയോ? ചിന്തിച്ചോളെ. പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ, അഥവാ ഇപ്പോഴും തങ്ങളെ വാലും പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ, ഇപ്പോഴും ജാറത്തിലും ദർഗയിലും ഉറൂസിലും ഉത്സവത്തിലുമായിട്ട് ആ ജീവിതം തള്ളിക്കളയുന്നതെങ്കിൽ നിന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയായിട്ടില്ല. നീ നരകത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. തിരിച്ചു വന്നോളിൻ സ്വർഗത്തിന്റെ രാജപാതയിലേക്ക്. പുതിയ വർഷത്തിൽ എങ്ങനെ നിന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിക്കൊണ്ട്. ഇല്ല റബ്ബേ, ഞാൻ നീയല്ലാത്തവരെ വിളിച്ചുപോയി, ഞാൻ നീയല്ലാത്ത ആൾക്കാരോട് ചോദിച്ചുപോയി. നീ എത്ര വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കണ്ട, വിളിക്കണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും എന്നെ പിന്നെയും മൗലമാര് പിഴപ്പിച്ചു. ഈ കാണുന്ന കട്ടക്കഥകളും കെട്ടുകഥകളും ഡിങ്കന കഥകളും പറഞ്ഞ് എന്നെ പിന്നെയും ജാറത്തിലേക്കും തങ്ങന്മാരടുത്തേക്കും കൊണ്ടുപോയി. ഞാൻ നശിച്ചുപോയി റബ്ബേ, നീ മാപ്പാക്കിത്ത, പുതിയ വർഷം മുവഹിദായി ജീവിക്കാനുള്ള തൗഫീഖ് താ എന്നും പറഞ്ഞ് തൗബ ചെയ്ത് തിരിച്ചു വന്നോളെ. അല്ലേ? അള്ളാഹു എത്ര വ്യക്തമായിട്ടാ പറഞ്ഞെന്ന് ജാറത്ത് പോകുന്ന ആൾക്കാർക്ക്. ഹക്ക് പൂർത്തിയാക്കാത്ത ആൾക്കാർക്ക് എത്ര മനോഹരമായിട്ടാ അള്ളാഹു ഉദാഹരണം പറഞ്ഞു തന്നത്. ജാറങ്ങളിലും തങ്ങന്മാരടുത്തും ചെന്ന് ശൈഖന്മാരും അതേപോലെ തന്നെ തങ്ങന്മാരുമാണ് മക്കളെ തരുന്നത്, രോഗം മാറ്റുന്നത്, ബറക്കത്തുണ്ടാക്കുന്നത്. അങ്ങനെ 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 അന്ധമായ വിശ്വാസങ്ങള്, പിഴച്ച വിശ്വാസങ്ങള് പേര് ജീവിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര മനോഹരമായിട്ടാ ഉദാഹരണം ഖുർആനിൽ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാ ഖുർആൻ കേൾപ്പിക്കാത്ത. സൂറത്തുൽ ഹജ്ജ്, യാ അയ്യുഹന്നാസു ദുരിബ മസലുൽ ഫസ്തമിഊ ലഹു, യാ അയ്യുഹന്നാസു ദുരിബ മസലുൽ ഫസ്തമിഊ ലഹു. ഏ ജനങ്ങളെ, നിങ്ങൾക്കൊരു ഉദാഹരണം ഉപമിക്കപ്പെടുകയാണ്. ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അല്ലാഹു പറയും. എന്താ ഉദാഹരണം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, തദ്ഊന മിൻ ദൂനില്ലാഹ്, ആരാണവർ? അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ അവരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളവർ അല്ലാഹു എല്ലാം വിട്ടു. അല്ലാഹു എല്ലാത്ത എല്ലാവരും വിട്ടു. നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന് പുരോഹിതന്മാര് വിശ്വസിപ്പിച്ചത്, അത് വിശ്വസിച്ച് നിങ്ങൾ അന്ധവിശ്വാസം പേര് ജീവിക്കുമ്പോ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കളവ് പറയാത്ത റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഉദാഹരണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, എന്നിട്ട് തീരുമാനിച്ചോ പോണോ പോണ്ടേന്ന് അള്ളാഹു പറഞ്ഞു. സലഫി പറയുന്നല്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊരു ഈച്ചയെ പോലും തീർച്ചയായും സൃഷ്ടിക്കുകയില്ല. ഒരു ഈച്ച, ഇത്രയുള്ള സാധനം, മക്കി, അതിനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലാത്ത നിങ്ങൾ ഈ പോകുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ എത്ര വല്ല പൊട്ടനും പൊട്ടത്തിയുമാണ്, നിങ്ങൾ എത്ര വല്ല മന്ദബുദ്ധിത്തരായി കാണിക്കുന്നത്. നിങ്ങളും ബനു ഇസ്രായേലിനെ പറഞ്ഞ പോലെ കഴുതകളെ പോലെ മാറുകയാണോ? ഇത് അല്ലാഹുവിന്റെ ചോദ്യം. ഒരു ഈച്ചനെ പടക്കാൻ പറ്റൂല അവർക്ക്. അള്ളാഹുവിന്റെ ഈ ഉപമ പോലെ നിങ്ങൾക്ക് മുത്തുക്കോയാന്റെ കളവ് മനസ്സിലാക്കാൻ, മുല്ലക്കോയന്റെ ബഡായി മനസ്സിലാക്കാൻ, പറ്റശാലി കെട്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന ജൂതന്റെ ചട്ടുകങ്ങളുടെ ഒളിയമ്പുകളെ തിരിച്ചറിയാൻ അല്ലാഹു പറഞ്ഞ ഈ ഒരൊറ്റ വാചകം മതിയാവൂലേ? തങ്ങളും ശൈഖുനയും എന്തല്ലോ ബടായി വിടുക. അല്ലാഹു പറയുന്നു ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ പറ്റൂല. ആരെയാ നിങ്ങൾ ഈ ഒരു കഷ്ടം 2024 കൊല്ലം നിങ്ങൾ വിശ്വസിച്ചത്? അള്ളാനെയാണോ അതല്ല ശൈഖുനാനെയാണോ? നഫ്സിനോട് ചോദിച്ചു നോക്ക്. അല്ലാഹു പറയുന്നു ഈച്ചനെ പോലും ഉണ്ടാക്കൂല. ശൈഖുന പറയുന്നു ഭാര്യന്റെ വയറ്റിലുള്ള പെണ്ണിനെ ആണാക്കാൻ പറ്റൂ. ഏതാ വിശ്വസിക്കണ്ട നമ്മള്? അല്ലാഹു പറയുന്നു വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ,
എന്റെ ഇബ്രാഹിം പറഞ്ഞ വാക്ക് അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ രോഗിയായാൽ രോഗം ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ശൈഖുന പറയുന്നു അതൊന്നുമല്ല, ഏർവാടി പോയാൽ മാറൂ. ഏതാ വിശ്വസിക്കുക നിങ്ങൾ? ഏതാ വിശ്വസിച്ച് പോരുന്നത്? നിങ്ങൾ എന്തിനാ ഏർവാടിയിലേക്ക് പോകുന്നത്? എന്തിനാ നിങ്ങൾ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി കയറിയപ്പം പുറത്തിരിക്കുന്ന ഒരു പെണ്ണുകൾ നഫീസത്ത് മാല വായിക്കുന്നത്, ഭാര്യയ്ക്ക് സുഖപ്രസവം ഉണ്ടാവാൻ നഫീസത്ത് മാല വായിക്കുന്നത്. ഈ അന്ധവിശ്വാസം നിങ്ങളുടെ തലച്ചോറിൽ അടിച്ചിറക്കിയ പുരോഹിതവർഗം എന്ന ബഡായിരാമന്മാരെക്കാൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെയാണ്. ഓന കൽബ് നിങ്ങൾ മാറ്റി പകരം ശൈഖുനാനെ വെച്ചു. ഒരു കൊല്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പാഴായി. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വന്നോളി. എങ്ങോട്ട്? സലഫി പ്രസ്ഥാനത്തിലേക്കൊന്നും വരണ്ട. SKSM-ന് മെമ്പർഷിപ്പ് അങ്ങനെ കൊടുക്കൊന്നുമില്ല, അല്ല നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. എങ്ങോട്ട് വന്നാൽ മതി? ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. എന്റെ റബ്ബ് പറഞ്ഞതിലേക്ക്, എന്റെ റസൂല് പറഞ്ഞതിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്. കാരണം എന്താ അറിയോ? അള്ളാഹുവിനോടുള്ള ഹഖ്ഖത. എല്ലാരെയും നിങ്ങൾ കൂട്ടിക്കോ. ഇവിടെ മംഗലാപുരം തൊട്ട് തുടങ്ങിക്കോ, കന്യാകുമാരി വരെ മൂലാമാരി തുടങ്ങുന്ന പോലെ ജാറം ഇതുണ്ടല്ലോ. മക്കാസി ഉംറ സിയാറത്ത് പോലെ. ഏത് സിയാറത്ത്? ജാറം സിയാറത്ത്. അങ്ങനെ മംഗലാപുരത്ത് പിന്നെ തങ്ങളടുത്ത് നിന്ന് തുടങ്ങും. അങ്ങനെ കാസർഗോഡ് തളങ്കരയിൽ വന്ന് പിന്നെ കണ്ണൂർ 3 വെറ്റുമ്മ, അങ്ങനെ പോയി 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 തിരുവനന്തപുരത്തെ ഭീമാ ഉമ്മിച്ച. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ, ചില തങ്ങന്മാർക്ക് പേരുണ്ടാവില്ല, അപ്പൊ എന്ത് പേര് വെക്കും? അബ്ദുല്ലാഹി വലിയുപ്പാപ്പ. എന്താണ് വെക്കുക? അബ്ദുല്ലാഹി വലിയുപ്പാപ്പ. എന്താ അർത്ഥം? ഒരടിമ, അള്ളാന്റെ അടിമ, ഏതോ പൊട്ടനോ ഭ്രാന്തനോ ആയിരിക്കാം, എന്നാലും അബ്ദുല്ലാഹി ആണല്ലോ. അങ്ങനെ ഒരു പേര്, അബ്ദുല്ലാഹി വലിയുപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂലാമാര് കൊണ്ടുപോകുന്ന ഈ സിയാറത്ത് ടൂറിൽ പോയ എല്ലാ ജാറത്തിലുള്ള ടീംസിനെയും ഒരുമിച്ച് കൂട്ടിക്കോ. എല്ലാത്തിനും കൂട്ടിക്കോ. എന്നിട്ട് എന്തെങ്കിലും നടത്താൻ പറ്റൂല്ലേ നോക്ക്. നിങ്ങൾ നിങ്ങളുടെ ഈ മൂർത്തികൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കൊത്തിയെടുത്ത് പറക്കാനായി ആ ഈച്ച അങ്ങോട്ട് പറന്നു വന്നാൽ അതിനെ തടയാൻ പോലും അവർക്ക് സാധിക്കൂല. എന്നിട്ടല്ലേ നിന്നെ സഹായിക്കുന്നത്? തേടിയവനും തേടപ്പെട്ടവനും ഒരുപോലെ ബലഹീനൻ തന്നെ. അല്ലാഹു ആരെയാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വിശ്വാസം? ഈ അള്ളാഹുവിനെയോ അതല്ല ബഡായിരാമന്മാരായ മൂലാമാരെയോ? ഉത്തരം കണ്ടെത്തിയാൽ മതി. 2024 എന്ന ഒരു വർഷം നിങ്ങൾ ആ ബഡായി ടീംസിന്റെ ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ പുതിയ വർഷം ഹക്കായ അള്ളാഹുവിന്റെ പാശത്ത് മുറുകെ പിടിച്ചു വന്നോടി, രക്ഷപ്പെടാം. വേറെ നമുക്കൊന്നും പറയാനില്ല. ഈ നാട്ടിലാകെ 3-4 കുടുംബേ ഉണ്ടാവുള്ളൂ തൗഹീദിന്റെ. അവർ എന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയവരാണ്. ഈ മണൽ തരികള്, ഈ മരങ്ങൾ, ഈ ഇലകള്, ഈ അന്തരീക്ഷത്തിൽ നാം കാണാതെ പറക്കുന്ന പൊടികൾ ഉടമസ്ഥന്റെ കോടതിയിൽ നിങ്ങൾക്ക് സാക്ഷിയാണ്. എന്തിന്? ഉടമസ്ഥന്റെ വഹ്ദാനിയത്ത് ഈ നാട്ടിലുള്ള അൽ ഇൻസാൻ എന്ന പേരുള്ള ഉത്തമ സൃഷ്ടിയെ കേൾപ്പിക്കാൻ നിങ്ങൾ ഈ പ്രയത്നിച്ച പ്രയത്നത്തിന് സാക്ഷിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഉത്തരവാദിത്വം പൂർത്തിയായി, നിങ്ങൾ രക്ഷപ്പെട്ടു നാളാഖിറത്തിൽ. തിരിച്ചു വന്നോളൂ. അള്ളാഹു പറഞ്ഞതാണ് എല്ലാരും വന്നാലും പോയവനും പോയി. എന്തുകൊണ്ടാ നിങ്ങൾക്ക് സംഭവിച്ചതെന്നറിയോ? അള്ളാഹു പറയാണ്, നിങ്ങൾ എന്തുകൊണ്ടാ അള്ളാഹിനെ വിട്ടിട്ട് അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ തങ്ങളോടുള്ള ഹക്ക് പൂർത്തിയാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾ അള്ളാഹുവിന് വില കൽപ്പിക്കേണ്ട പോലെ വില കൽപ്പിക്കുന്നില്ല. നിങ്ങൾ 4 മണിക്കൂർ പ്രസംഗത്തിൽ കേൾക്കുന്നത് CM-ന്റെ ഫദായിലാണ്. ഉള്ളടത്തെ തങ്ങളെ ഇല്ലാത്ത കെട്ടുകഥകളാണ്, CM-ന്റെ പിരാന്തം കഥകളാണ്. നിങ്ങളെ മൗലവിമാര് കേൾപ്പിക്കുന്നത് ഇസ്ലാമിന് കേട്ട് പരിചയം പോലും ഇല്ലാത്ത വാദഗതികളാണ്. ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മനസ്സിലായിട്ടില്ല.
അള്ളാനെ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല, അള്ളാനെ നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിന് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അള്ളാഹ് പറയാ മാ ഖദറുല്ലാഹ ഹഖ്. നിങ്ങൾ പരിശോധിച്ചു നോക്കും. അവിടെയല്ലേ മൗലവിമാർ പറയുന്നത് സലഫികളെ ക്ലാസ് കേൾക്കരുത്, പ്രസംഗം കേൾക്കരുത്. ഇടയ്ക്ക് നിങ്ങളെ എല്ലാം ഈ ഭാഗത്ത് തന്നെ പറയുമെന്ന് തോന്നുന്നു. പ്രസംഗം കേൾക്കരുത്, തോക്കേറ്റാ പറഞ്ഞെന്ന് തോന്നുന്നു. സലഫികളെ ക്ലാസ് കേൾക്കരുത്, നിങ്ങൾ പഴിച്ചു പോകുന്നു. പക്ഷെ നമ്മളെന്താ പറയുന്നറിയോ? നിങ്ങൾ സമസ്തക്കാരെ ഖുറാഫി ശേഖന്മാരുടെ മുഴുവൻ ക്ലാസ്സും കേൾക്കണം, എല്ലാം കേൾക്കണം. മുമ്പിലത്തെ സഫ് പോയിരുന്നിട്ട് കേൾക്കണം. അപ്പം ഖുർആനും ഹദീസും പറയുന്ന സത്യത്തിന്റെ പൊലിമ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാവും. ഇതെന്ത് ബടായിപ്പായി ഇവര് പറയുന്നു എന്ന് നിങ്ങളെ മനസ്സ് പറയും. ഇതെന്ത് പൊട്ടത്തരായി ഇവര് പറയുന്നത്, ഇതേത് ഖുർആൻ, ഇതേത് ഹദീസ്, ഇതേത് ദീൻ എന്ന് മനസ്സിൽ നമുക്ക് തോന്നിക്കിട്ടിയാൽ അൽഹംദുലില്ലാ അവിടെ പോയിട്ട് കേൾക്കണം. കാരണം എന്താ അറിയോ? അള്ളാഹു ഹൃദയത്തിൽ സ്ഥാപിച്ചവൻ എന്ത് കേട്ടാലും പോകുന്ന പരിപാടിയില്ല. അള്ളാഹു ആ രീതിയിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ചോദിക്കോ മൂലാമാല പ്രസംഗങ്ങൾ 4 മണിക്കൂർ പ്രസംഗത്തില് ആദ്യം ഹംദും സലാത്തും പറയുമ്പോൾ അള്ളാനെ പറയും. പിന്നെന്താ കഥ? പിന്നെ ഇതല്ലേ ഡിങ്കന്റെ കഥ, മായാവി കഥ, കുട്ടൂസന്റെ ഡാക്കിനിന്റെ കഥ, ഇങ്ങനെ പറയുക. എന്നിട്ട് ആൾക്കാർ സലാത്തും ഇല്ല. പിന്നെ മുട്ട എടുക്കുക. ഇതാ 2 റുപ്യക്ക് വാങ്ങിയ മുട്ടയാണ്, 20,000 വില ഇട്ടിട്ടുണ്ട്, 50,000 വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറായിക്കോളി, വിറ്റിട്ട് പോവാ, ഖലാസ് കഴിഞ്ഞു. നമുക്ക് ആ പരിപാടി ഇല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മാ ഖദറുല്ലാഹ ഹഖ ഖദർ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും മതപ്പതിച്ചവരായി മാറരുത്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചറിയാത്തൊരു മനുഷ്യൻ, ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വായു തരുന്ന, ആരോഗ്യം നൽകുന്ന, ജീവിതത്തെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ഇസ്സത്തിനെ പറ്റി ബോധമില്ലാത്തൊരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത ഹക്ക് പൂർത്തിയാക്കിയോ ഇല്ലയോ? എന്താണ് ഹക്ക്? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അഥവാ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, 2 രോഗങ്ങൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോളി. അതാണ് മക്കത്തെ മുശ്രിക്കിനെ പിടികൂടിയ 2 രോഗങ്ങൾ. ആ 2 രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പിഴവിലാണ്, ദലാലത്തിലാണ്, മരിച്ചാൽ നരകത്തിന്റെ അവകാശിയാണ്. ഒരു സംശയം അതിൽ വേണ്ട. നിങ്ങളുടെ നിസ്കാരം കബൂലാവൂല, നിങ്ങളുടെ നോമ്പ് കബൂലാവൂല, നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും കബൂലാവൂല, വല്ലാഹി കബൂലാവൂല. എന്തുകൊണ്ടറിയോ? അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയമുണ്ടെങ്കിൽ നിങ്ങളെ ഇബാദത്ത് കബൂലാവൂല. ഒന്നാമത്തെ രോഗം എന്താ അറിയോ? മക്കത്തെ മുശ്രിക്കിന്റെ, അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ലെങ്കിലും അവരുടെ വാദത്തിൽ അവർക്ക് അള്ളാഹുമായി തടുക്കാൻ നേർക്കുനേരെ പറ്റൂല. മറിച്ച് എന്താ അവരുടെ വാദം? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമുക്കിടയിലും അള്ളാന്റെ ഇടയിലും ചില ആളുകൾ വേണം. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ പോലെ മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദ്ഊഹും വയതവക്കലു അലൈഹിം വയസ്അലുഹുമുശ് ശഫാഅ കഫറ ഇജ്മാഅൻ. നവാഖിദുൽ ഇസ്ലാമിന്റെ 2ാമത്തേതാണ്. മക്ക മുശ്രിക്കിനുണ്ടായ പ്രശ്നം അതാണ്. ഇതുപോലെ അമ്പലക്കടവ് ഫൈസി പറഞ്ഞ പോലെ, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, അയാളെ അറിയാതിരിക്കാനും വഴിയൊന്നുമില്ല. കാരണം അമ്മാതിരി പടയലും വിടുമ്പോ അറിയാണ്ടിരിക്കും. ഒരു മൗലാനോട് ചോദിച്ചു, അള്ളാഹിനെ നേർക്ക് നേരെ വിളിക്കലാണോ നല്ലത്, അതല്ല ഷെയ്ഖിനെ വിളിച്ചിട്ട് അള്ളാഹുലേക്ക് അടയാളനാക്കലാണോ നല്ലത്? അള്ളാഹുവിനെ അറിയാവുന്ന അടിമ എന്താ പറയാ? ഹുനാലിക ദഅ സകരിയ റബ്ബഹ ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. മറിയമിന് ആ സ്ഥലത്ത് കിട്ടാത്ത പണം കഴിക്കുന്ന കറാമത്ത് സക്കരിയ കണ്ടപ്പോൾ ഹുനാലിക അവിടെ വെച്ച് എന്റെ അടിമ സക്കരിയാന്റെ റബ്ബിനെ നേർക്ക് നേരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാനൊരു കുഞ്ഞിനെ എത്ര കാലമായി നിന്നോട് ചോദിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ താ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ, നീ അടിമയുടെ ദുആ കേൾക്കുന്നവനാണല്ലോ. ഇതാണ് മുവഹിദ് പറയാ. എടാ സക്കരിയ വിളിച്ച കഥ അല്ല ഖുർആനിൽ പറഞ്ഞു തന്നിട്ട് പോയി വിളിക്കടാ നിന്റെ റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ചവനെ, നിന്നെ കാണുന്നവനെ, നിന്റെ ഉള്ളും പുറവും അറിയുന്നവനെ, നിന്റെ രഹസ്യം പരസ്യം അറിയുന്ന അള്ളാനെ വിളിക്കണോ എന്ന് പറയേണ്ട സ്ഥാനത്ത് അമ്പലക്കടവ് വൈസി എന്നയാള് പറഞ്ഞു. അത് 2 തരത്തിലുണ്ട്. ഒന്ന്
KSRTC ബസ് പോകുന്ന സുഖം, മറ്റൊന്ന് ബെൻസ് കാർ പോകുന്ന സുഖം. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. നിങ്ങൾ ഉടമസ്ഥനായ അള്ളാഹുവിന് ഇങ്ങനത്തെ ഉപമ പറയല്ലോ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും. എന്താ KSRTC ബസ്സിന്റെ പ്രശ്നം? നിങ്ങൾ കർണാടകന്റെ ബസ്സിനെ പറ്റി പോണ്ട. കർണാടകത്തിൽ വന്നിട്ട് ഞാൻ കുറ്റം പറയുന്നുണ്ട്. നമ്മളെ മലബാറിന്റെ അവസ്ഥ എടുത്തോ. എപ്പോഴാ ടയർ പൊട്ടാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ആൾക്കാർ ഉള്ളിൽ കൂടെ തെറിച്ചു പോവാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ഗീറ് പൊട്ടാന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു യാത്രയായിരിക്കും. കുണ്ടിലും കുഴിയിലും വീണ് അടിച്ച് തലയടിക്കുന്നു, തോലടിക്കുന്നു. അതായിരിക്കും KSRTC ബസ്. ബെൻസോ അങ്ങ് ഇരുന്നെടുത്താൽ മതി, പോകുന്നമ്മ അറിയില്ല. അല്ലെങ്കിൽ പാലും വെള്ളം ഒഴുകുന്ന പോലെ ബെൻസ് പോകും. എന്ന് പറഞ്ഞാൽ ജൂത പരീക്ഷകളുടെ ചട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ നരകത്തിലേക്ക് വിളിക്കുന്ന ഹിസ്ബുശ് ശൈത്താൻ, പിശാചിന്റെ വക്താക്കളും സൈന്യക്കാരും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണക്കാരായ വിവരം കുറഞ്ഞ സാധുക്കളോട് ഉടമസ്ഥനായ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പരിചയപ്പെടുത്തുന്ന രീതിയാണിത്. അല്ലാഹുവിനെ നേർക്ക് നേരെ വിളിച്ചാൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതവിടെ എത്താനും ഉത്തരം കിട്ടാനും പ്രയാസമായിരിക്കും. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്തിന് സീവാകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. ആ ഒറ്റ വാദത്തെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫത്വ തരാൻ നമ്മൾ ആളല്ല, ഹുക്മ പറയാനും നമ്മൾ ആളല്ല. പക്ഷെ പ്രശ്നം ഗുരുതരമാണ്. അതേസമയം ഔലിയാക്കളെ വിളിച്ചാൽ ബെൻസ് കാർ പോലെ ബേം കേൾക്കും, ബേം കിട്ടും. എന്താ നിങ്ങളുടെ അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം? 23 വർഷത്തെ പ്രവാചക പ്രഭുവിന്റെ ദഅവത്ത് പ്രബോധനം നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് കാറ്റിൽ പറത്തി ഉമ്മത്തിനെ ളലാലത്തിലേക്ക് വലിച്ചിട്ടില്ലേ? എന്ത് ആദർശ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എവിടത്തെ മൗലാരി മുസ്ലിയാരുവാ? നിങ്ങൾ ഏത് ഖുർആനും സുന്നത്തും ഓതിയിട്ടാ പ്രസംഗിക്കാൻ നടക്കുന്നത്? സലഫി മൗലവി. അതിന് ആരാ ഇവരൊക്കെ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുള്ളത്? ആരാ ഇവരൊക്കെ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുള്ളത്? ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത കുടിയാക്കളും മഹത്തുക്കളുമാണ്. നമ്മൾ അവരെ വിളിക്കാനുള്ള കാരണം അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളുടെ ശുപാർശകരാണ്. നമ്മൾ അവരോട് പറയും, അവർ ആ വിഷയം അള്ളാഹിനോട് പറയും. അത്രേ നമുക്ക് വിശ്വാസമുള്ളൂ. അല്ലാതെ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മക്കത്തെ മുശ്രിക്കും അതേപോലെ പറഞ്ഞ ടീമാണ്. വയഖൂലൂൻ, ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ആൾക്കാരോട് വിളിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ പറയും, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അതിന്റെ തഫ്സീർ പറഞ്ഞ ഒരു കാര്യം കൂടി കേട്ടോളിൻ. യുൻകിറുല്ലാഹു തആല അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ അല്ലാഹു ആക്ഷേപിച്ചുകൊണ്ട് പറയാൻ, അല്ലദീന അബദു മഅല്ലാഹി ഗൈറ, അല്ലാഹുവിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തവരെ പറ്റി. അല്ലാഹുവിനോടൊപ്പം, അല്ലാഹുവിനെ മാറ്റി വെച്ചിട്ടല്ല. മക്കത്തെ മുശ്രിക്ക് അല്ലാഹുവിനെ മാറ്റി വെച്ചിട്ടില്ല. അല്ലാഹുവിനോടൊപ്പം ഇടയാളന്മാരായും ശുപാർശകരായും മറ്റുള്ളവരെ വിളിച്ച ആളുകൾ പറയും, അവരുടെ വിചാരപ്രകാരം അവരുടെ ഈ ദൈവങ്ങൾ, അള്ളാഹ്ക്ക് പുറമെ അവരുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ, അവരുടെ ശുപാർശ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രയോജനപ്രദമാകും എന്ന് അവർ വിശ്വസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിനെ അള്ളാഹു ആക്ഷേപിച്ചും എതിർത്തും കൊണ്ടാണ് ഈ ആയത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ രണ്ട് പ്രശ്നം, ഒന്ന് ഇടയാളന്മാരുണ്ടാക്കുക, മറ്റൊന്ന് അവരൊക്കെ ശുപാർശകരാണെന്ന വിശ്വാസത്തിൽ പോയിട്ട് ചോദിക്കാം. ആരും അല്ലാഹുവിനെ നിഷേധിക്കുന്നില്ല, നമ്മുടെ നാട്ടിലുമില്ല. ശൈഖുന, ഖമർ, സുൽത്താൻ, കൗക്കബ്, പിന്നെ ഈ പറയപ്പെട്ട ബുഖാരി, പിന്നെ CM, അതിന്റെ അനുയായികള്, കുരുവട്ടൂര്, അശ്വനിമാര്, പകരമാര്, പിന്നെ മുത്തടത്തുള്ള കാസിമി, ഇയാളൊന്നും ഇതാരും അല്ലാഹു ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പറയുന്നത് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ പോലെ ഇടയാളനാണ് ആര്? ഭ്രാന്ത് പിടിച്ച് മരിച്ച CM. അതല്ലെങ്കിൽ ശുപാർശകനാണ് ആര്? മൊയ്തീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും. അള്ളാഹു പറയുന്നു, എടോ മക്കാരും അങ്ങനെ തന്നെയാ പറഞ്ഞു. അത് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ മക്കാരെ കാഫിറെന്നും മുശ്രിക്കെന്നും ഖുർആനിൽ വിളിച്ചത്. അപ്പൊ അത് ചെയ്യുന്ന നിങ്ങളോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നസീബാക്കി തരട്ടെ. ഞാൻ ഖുർആന്റെ ആയത്താ പറഞ്ഞ്, മറുപടി ഉണ്ടെങ്കിൽ ഖുർആന്റെ ആയത്തിൽ വെച്ചിട്ട് പറയണം. അത് ചെയ്ത് നിങ്ങളുടെ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വർഷം മുന്നോട്ട് വരുമ്പം ജനുവരി മാസത്തിൽ ചില ചിന്തകൾ, ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പൂർത്തിയാക്കാൻ പറ്റിയോ ഇല്ലയോ? ഒരു വർഷം കഴിഞ്ഞു, നാളെയോ മറ്റന്നാളോ നമ്മൾ മരിക്കും. ഇതൊന്നും ശാശ്വതമല്ല, ഏത് സമയത്തും യാത്രയാവേണ്ടി വരും. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പം ഒന്ന്, അള്ളാഹു എന്താണോ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് ആ ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ടാവണം. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ കൽപ്പന എന്താണോ അതനുസരിച്ചിട്ടുണ്ടാവണം. അള്ളാഹുവിനോടുള്ള ഹക്ക് പറയാൻ 1.25 ലക്ഷം അമ്പിയാക്കൾ വന്ന് എന്താണോ പറഞ്ഞത് അത് കേട്ടനുസരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. അള്ളാഹുവിനോട് അടിമക്കുള്ള ഒരേ ഒരു ഹക്ക് എന്താണോ അത് പൂർത്തിയാക്കിയവരായിരിക്കണം, അല്ലാതെ പോവരുത്. ഷിർക്കിൻ്റെ, ജാറത്തിൻ്റെ, ദർഗകളുടെ, ഔലിയാക്കളുടെ തങ്ങന്മാരെ ആളുകളായി ആദർശത്തെ പണയം വെച്ച് അള്ളാഹുവിൻ്റെ കോപമേറ്റുവാകുന്ന തരത്തിൽ മരിച്ചു പോവേണ്ടുന്ന ദുരവസ്ഥ ഉണ്ടാവരുത്. ആ ആഗ്രഹമാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിൽ പറഞ്ഞ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിതത്തിൻ്റെ A to Z 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡുകളും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാവാൻ ശ്രമിച്ചു. വാക്കും പ്രവൃത്തിയും വേഷവും കോലവും കച്ചവടവും സ്വഭാവവും ദാമ്പത്യം, കുടുംബം, സാമൂഹികം, യാത്രകൾ, വാഹനങ്ങൾ, വീട്, എല്ലാം അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ ആരെപ്പോലെ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു തരിക്ക് കളവില്ലാത്ത, ചതിയില്ലാത്ത പ്രിയപ്പെട്ട പ്രവാചകൻ. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളോട് ദീൻ സംസാരിച്ച, നമുക്ക് വേണ്ടി കരഞ്ഞു നിലവിളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഓരത്തിരിപ്പുണ്ട്. രാത്രി പാതിരാക്ക് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ആയിഷ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ. റസൂലുള്ളാഹി ചോദിച്ചു, അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ. മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും, രഹസ്യമായതും പരസ്യമായതും, വലുതും ചെറുതും ഒക്കെ എൻ്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ. ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. റാബി പറയാണ്, ആയിഷ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ തൊടയിലേക്ക് തലയങ്ങ് ചായ്ച്ചു. തലയിൽ തലോടിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എൻ്റെ ഈ ദുആ നിന്നെ അത്രക്ക് സന്തോഷിപ്പിച്ചോ? അതേ റസൂലേ. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ ആയിഷ, ഞാൻ ഓരോ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഈ ദുആ ചെയ്യാറുണ്ട്. ഓരോ നിസ്കാരത്തിലും. എനിക്കും നിങ്ങൾക്കും എന്തുണ്ട് കൂറ്? നമ്മളെ കോലത്തിൽ ഇതാ ഇതില്, ഈ സാധനത്തിൽ എന്തുണ്ട് കൂറ്? താടിയിൽ. റസൂലുള്ളാഹി പറഞ്ഞു നീട്ടാൻ. നമ്മൾ പറഞ്ഞു പറ്റൂല. എന്തുണ്ട് കൂറ്? നീ എന്തിനാ റബീഉൽ മാസം കൊടിവെക്കാൻ പോകുന്നത്? നീ എന്തിനാ കുലു തക്ബീർ വിളിക്കുന്ന? എന്തിനാ? നീ എന്തിനാ ചക്കരച്ചോറും പായസം വെച്ചു കൊടുക്കുന്ന? എന്തിനാണ്? നീ എന്തിനാ മുട്ടായി വാരി കൊടുക്കുന്ന? എന്തിന്? നിന്റെ ഹബീബ്, നിന്നെ സ്നേഹിച്ച ഹബീബ് പറഞ്ഞു താടി നീട്ടണേ. നീ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല. നിന്നെ പിന്നെ ഒന്നിനും പറ്റൂല, നിന്നൊന്നിനും പറ്റൂല. നിന്റെ റസൂൽ പറഞ്ഞു ഫാത്തിമയോട്, ആയിഷയോട്, ഖദീജയോട് മുഖം മറച്ച് പർദ്ദ ധരിച്ച് ഹിജാബ് സൂക്ഷിച്ചു വേണം പുറത്തിറങ്ങാൻ. നമ്മളെ പെമ്മക്കൾ പറഞ്ഞു അതൊന്നും പറ്റൂല, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലുള്ള കേസ്. മംഗലാപുരത്ത് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ ജീൻസും ടീഷർട്ടും ഇട്ടിട്ടേ പോവുള്ളൂ. നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അർത്ഥമില്ല. നീ ന്യായീകരണം പറയും, നമ്മൾ വാദങ്ങൾ പറയും, ന്യായീകരിച്ച് ജയിക്കും. ജയിച്ചിട്ട് എങ്ങോട്ട് പോകും? ന്യായീകരണങ്ങൾ തെളിവും പറഞ്ഞ് ജയിച്ചിട്ട് എങ്ങോട്ട് പോകും? ശാസ്ത്രം പറഞ്ഞ് ജയിക്കും, ബുദ്ധികൂർമ്മത കൊണ്ട് ജയിക്കും, ഉത്തരം മുട്ടിക്കും പ്രവാചകന്മാരെ, പ്രബോധകരെ. എന്നിട്ട് എങ്ങോട്ട് പോകും? ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അവിടെ വിചാരണയുണ്ടാവും, അവിടെ ന്യായം ചോദിക്കും, അവിടെ തെളിവുദ്ധരിക്കാൻ പറയും. ഇൻ കാന ലക്കും കൈദുൻ ഫകീദുൻ. അന്നേരം എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ, സൂക്ഷിച്ച് ജീവിച്ചോളണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ വക്താക്കളായി, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധകരായി അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കബൂൽ ചെയ്യട്ടെ.